ദൈവത്തിൻ്റെ ത്രിയേകത്വം എന്നത് പഠിക്കുക എന്നുള്ളത് നമ്മുടെ രക്ഷയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. എന്തുകൊണ്ട് യേശു ദൈവമാണ്? ദൈവമായില്ലെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് എന്ത് സംഭവിക്കും? ദൈവം ത്രിയേക ദൈവമല്ലെങ്കിൽ നമ്മുടെ ആരാധനയ്ക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിന് എന്ത് സംഭവിക്കും? നമ്മുടെ ക്രെഡിബിലിറ്റിക്ക് എന്ത് സംഭവിക്കും? ഒത്തിരി ചോദ്യങ്ങളുണ്ട്. എല്ലായിടത്തും ഈ ക്രിസ്തീയ സുവിശേഷം തന്നെ പൊളിഞ്ഞു പോകും. ഇനി ഞാൻ ഒരു രഹസ്യം കൂടെ നിങ്ങളോട് പറയാം. യേശു ദൈവമല്ലെന്ന് പഠിപ്പിക്കുന്ന ചില സഭകളാണ് യഹോവ സാക്ഷികൾ. നേരത്തെ ഞാൻ പറഞ്ഞ ക്രിസ്റ്റാഡെൽഫിയൻസ്, ഞാൻ ഇത്തിരി സൂക്ഷിച്ചാണ് പറഞ്ഞു, ഈ നാക്ക് ഉടക്കാതിരിക്കാം. പിന്നെ ഇതുപോലുള്ള യേശുവിൻ നാമക്കാർ, ഇവരെല്ലാം വിശ്വസിക്കുന്ന യേശു ദൈവം അല്ലെന്നാണ്. പക്ഷെ അവർ നിങ്ങളുടെ വീട്ടിൽ എപ്പോൾ സുവിശേഷം പറയാൻ വന്നാലും വീണ്ടും ജനിക്കുക പറയല, രക്ഷിക്കപ്പെടുക എന്നുള്ളൊരു ഉപദേശം പറയല. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? രക്ഷിക്കപ്പെടുക, വീണ്ടും ജനിക്കുക എന്നുള്ളൊരു ഉപദേശം പറയണമെങ്കിൽ യേശുവിൻ്റെ ദൈവത്വം എംഫസൈസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം രക്ഷകൻ ഹാസ് ടു ബി ഗോഡ്. ഇസ്രായേലിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നത് ദൈവമാണെങ്കിൽ അതിനേക്കാൾ മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ചുകൊണ്ട് വന്ന ദൈവമാണെങ്കിൽ അതിനേക്കാൾ വലിയ ശത്രുവായ പാപത്തെയും മരണത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് വരുന്നത് ഒരു സൃഷ്ടിയാണ് എന്ന് പറയേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതുകൊണ്ട് രക്ഷിതാവായ ദൈവമേ എന്ന് ഞാൻ വിളിക്കുന്നത് ഒരു സൃഷ്ടിയെ ആയി പോകും. അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടോ എന്നൊരു ചോദ്യമേ ചോദിക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? യഹോവസാക്ഷികൾ വരുമ്പം ഞങ്ങളുടെ വീട്ടിൽ പണ്ടൊരു യഹോവസാക്ഷി വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? അവരൊരൊറ്റ ചിരി, എന്നെ പരിഹസിച്ച്, രക്ഷിക്കപ്പെടുമോ എന്ന് പറഞ്ഞാൽ എന്താന്ന്? അത് പറ്റില്ല. അത് കാരണം നമ്മുടെ രക്ഷ മുഴുവൻ നിലനിൽക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിലും ത്രിയേകത്വത്തിലുമാണ്. അത് നിഷേധിച്ചാൽ നമ്മുടെ സാൽവേഷൻ റൂട്ട് എല്ലാം പൊളിയും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. എന്തുകൊണ്ട്? വൈ ഈസ് ദിസ് ഡോക്ട്രിൻ വെരി ഇമ്പോർട്ടൻറ്റ്? ഈ ഇന്നത്തെ കാലത്ത് ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു പ്രതിഭാസം വന്നുകൊണ്ട് എല്ലാവർക്കും സംശയമാണ്. എപ്പോൾ ഫേസ്ബുക്ക് തുറന്നാലും ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ദൈവം 3 ഫോമിലെന്നും ഒരു സമയത്ത് ഒരു ദൈവം, ഏകദൈവമെന്നും ബഹുദൈവം എന്നും പറഞ്ഞ് ഭയങ്കര ചർച്ചകളാണ്. ഈ ചർച്ചകൾ നടത്തുന്നവരാരും ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിക്കുകയോ ഇതെന്താണെന്ന് ചിന്തിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവനവനിസം എന്ന് പറഞ്ഞൊരു ഇസമാണ് ഇപ്പോൾ എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇന്ന് വേറൊരു വാക്ക് പറഞ്ഞു, അപ്പനായിസം എന്നുണ്ട്. അങ്ങനെ ഒരു ഇസമുണ്ട്. അതായത് അപ്പന തിയോളജി. എനിക്ക് രാവിലെ ബൈബിൾ വായിച്ചപ്പോൾ കിട്ടിയ പ്രകാശനമാണ് ബ്രദറെ. അതൊന്ന് തുടങ്ങി. അത് തിയോളജിക്കലി സൗണ്ടാണോ, ബൈബിൾ അങ്ങനെയാണോ പറയുന്നത്, വേറൊരു വാക്യം ഇതിനെതിരെ ഉണ്ടോ, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് എന്ത് കിട്ടും? ഇങ്ങനൊരു ടോട്ടൽ പിക്ചർ ഇല്ല. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ത്രിയേക ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം പ്രധാനപ്പെട്ട കാര്യങ്ങൾ 3 പ്രധാനപ്പെട്ട അസംഷൻസ് ആണ് നമ്മൾ ആദ്യമേ പറയുന്നത്. ഇത് തെളിയിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒന്ന്, ദൈവം ഏകനാണ്. ഗോഡ് ഈസ് വൺ. ഇനി കേട്ടോണേ. 2, ഏക ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്. വ്യക്തിത്വങ്ങളല്ല, എങ്ങനെയാണ്? വ്യക്തികളുണ്ട്. 3, ഈ 3 പേരും പൂർണ്ണ ദൈവം ആണ്. ദൈവങ്ങളാണെന്ന് എഴുതരുത്, ദൈവം ആണ്. എന്തൊക്കെയാ പറഞ്ഞത്? ഒരു ദൈവമേ ഉള്ളൂ. ആ ഒരു ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്. ഈ 3 വ്യക്തികളിൽ ഓരോ വ്യക്തിയും പൂർണ്ണ ദൈവം ആണ്. ഇതാണ് ലോകത്തിലുള്ള കത്തോലിക്ക, യാക്കോബ, ഓർത്തഡോക്സ്, CSI, മർത്തോമ, പെന്തിക്കോസ്, TPM, ബ്രദറൻ, ബാപ്റ്റിസ്റ്റ്, ലൂതറൻ എല്ലാം വിശ്വസിക്കുന്ന ത്രിയേക ദൈവ വിശ്വാസം. കൾട്ടുകൾ ഒഴിച്ച്, കൾട്ടുകൾ എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, ട്രഡീഷണലായിട്ട് ഇവോൾവ് ചെയ്ത ഒന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് നമ്മൾ ആധികാരികമായി എടുക്കുന്നത്. അത് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാൻ വിട്ടുപോയിരുന്ന സമയത്ത്. ഇനി നമുക്ക് ത്രിയേകത്വത്തെക്കുറിച്ചുള്ള 3 പ്രസ്താവനകളെ നമുക്കൊന്നും കൂടെ വിലയിരുത്താൻ ശ്രമിക്കാം. ഈ ത്രിയേകത്വം എന്നുള്ള ഉപദേശത്തിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ദൈവം ഒന്നാണെങ്കിലും ഒരാളല്ല എന്നുള്ളതാണ്. എന്ത് രസമല്ലേ ഇത് കേൾക്കാൻ? ദൈവം ഒന്നാണെങ്കിലും എന്തല്ല? ഒരാളല്ല. ഒരാളിങ്ങനെ കസേര ഇരിക്കുകയല്ല. അങ്ങനെ ചിന്തിക്കുന്നുണ്ടാ ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ 3 പേരുണ്ടായിരിക്കുമല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. 3 പേരുണ്ട് താനും, പക്ഷെ 3 ദൈവങ്ങളല്ല. എന്ന് പറഞ്ഞാൽ ഒരാളാണ്, 3 പേരാണ്. ഓക്കെ, ഒരു എസൻസ് ആണ്, 3 വ്യക്തികളാണ്. ഓക്കെ, മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമാണ്. ഈ ത്രിയേകത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ യാതൊരു എക്സാമ്പിളും ലോകത്തില്ല ഈ എക്സാമ്പിൾ പോലെയാണെന്ന് പറയാൻ പറ്റില്ല. ചിലർ പറയാറുണ്ട് സൂര്യൻ
ചിലർ പറയാറുണ്ട് വെള്ളം. ഈ വെള്ളമൊക്കെ പറഞ്ഞാൽ മോഡലിസമായി പോകും. അതാണ് എൻ്റെ പ്രശ്നം. എന്ത് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗുരുത്തക്കേട് അതിനകത്തുണ്ടാവും. ഏത് മാനുഷികമായ ഉദാഹരണം. അതുകൊണ്ട് ഒരു ഉദാഹരണം പറയുന്നില്ല. ഓക്കെ, നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. ഗോഡ് ഈസ് പ്ലൂറൽ യൂണിറ്റി, അതായത് ഏകത്വത്തിലുള്ള ത്രിയേകത്വം. മീൻസ് 3 in 1, അല്ലെ മോർ ദാൻ 1. നമുക്ക് നോക്കാം, 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1:26. ഉൽപ്പത്തി 1:26. നമ്മൾ 1:4 നിർത്തും. ത്രിയേകത്വത്തെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ വൈകിട്ട്. ഉൽപ്പത്തി 1:26. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും സദൃശത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. ഓക്കെ. അപ്പൊ ഇവിടെ ഈ നാം എന്നുള്ള പ്രയോഗം നമുക്ക് സാധാരണഗതിയിൽ അറിയാമല്ലോ. രാജാക്കന്മാരൊക്കെ പറയുമ്പോൾ എങ്ങനെ പറയുന്നത്? നാം കൽപ്പിക്കുന്നു, നമുക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നത്. ഒരാൾക്കേ ദാഹിക്കുന്നുള്ളൂ, പക്ഷേ അങ്ങനെ പറയൂ. അപ്പൊ ഈ ത്രിയേകത്വത്തെ എതിർക്കുന്ന ആൾക്കാർ സാധാരണ പറയുന്നത് ദൈവം ഒരു സർവനാമം പ്രയോഗിച്ചതാണ്, ബഹുമാനം സ്വയം ബഹുമാനിച്ചുകൊണ്ട്. പക്ഷേ എൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എബ്രായ ഭാഷയിൽ ഇങ്ങനൊരു പ്രയോഗം ഇല്ല. എങ്ങനത്തെ പ്രയോഗമില്ല? നാം എന്ന് പറയുന്ന പ്രയോഗം അത് ഈ മലയാളികൾക്കേ ഉള്ളൂ. സ്വയം ഇംഗ്ലീഷിൽ പോലും ഐ എന്നല്ലാതെ വേറൊന്നും പറയാറില്ല. വി എന്ന് പറയാറുണ്ടോ? രാജാവ് ആരെങ്കിലും എഴുന്നേറ്റ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്? ഇല്ല. നമ്മുടെ ഭാഷ ചില ഭാഷകളിൽ മാത്രമേ ഉള്ളൂ ഈ സർവനാമങ്ങളുടെ പ്രയോഗം. ഓക്കെ, അപ്പം എബ്രായ ഭാഷയിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. ഇനി അത് മാത്രമല്ല, അവിടെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ പോലും ഇനി അങ്ങനെയാണെങ്കിൽ ഈ പ്ലൂറാലിറ്റി നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ഈ നമ്മൾ ആരാന്നുള്ളതാണ്. അപ്പൊ ദൂതന്മാരാന്ന് ചില ആൾക്കാർ പറയും. അതെല്ലാം നമ്മുടെ ആൾക്കാർ അടുത്ത് വരാൻ പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ദൂതന്മാരാണെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചതിനകത്ത് ദൂതന്മാരോടുണ്ടെന്ന് പറയേണ്ടി വരും. നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. അപ്പം നമ്മുടെ സൃഷ്ടിതാവ് ആരൊക്കെയാ? നമ്മളെ ആരാ സൃഷ്ടിച്ചത്? ദൈവവും കുറെ ദൂതന്മാരും കൂടെ കൂടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പം നമ്മുടെ സൃഷ്ടികർത്താവ് എന്നുള്ള പേരിന്റെ പോലും ഒരു ഭാഗമേ ഉള്ളൂ ആർക്ക്? ദൈവത്തിന്. ഇത്ര ക്ലിയർ ആയിട്ടല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 3:22. 3:22. മനുഷ്യൻ നന്മ തിന്മകൾ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നില്ല. അപ്പം ഏതായാലും സർവനാമമല്ല അല്ലേ? നമ്മിൽ ഒരുത്തനെ എന്ന് പറഞ്ഞാൽ എന്തല്ല? സർവനാമം പ്രയോഗിച്ചേക്കുന്നതല്ല. ഓക്കെ, ഇനി ഉൽപ്പത്തി 11:7. അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ അതിന് തൊട്ട് മുമ്പത്തെ വാക്യം വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അല്ലേ? അത് കണ്ടില്ലേ? അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഉള്ള പ്രോബ്ലം. ഞാൻ ഇംഗ്ലീഷിലെ റെഫറൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, വരുവിൻ കം ലെറ്റ് us go down and they are confused their language. വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷയെ കലക്കി കളയുക. വരുവിൻ എന്ന് പറഞ്ഞേക്കുന്ന ആരോടാ? യഹോവേ ദൈവം വരുവിൻ എന്ന് പറഞ്ഞ ആരോടാ? എന്നോട് തന്നെ. ബഹുമാന സർവോചനമാണോ? ഞാൻ എന്നോട് തന്നെ പറയാം, വരുവിൻ നമുക്ക് ചായ കഴിക്കാം. അങ്ങനെയാണോ? ബഹുമാന്യ സർവനാമല്ല. അപ്പം ബൈബിളിൽ വളരെ കൃത്യമായിട്ട് അത് വ്യക്തികൾ വ്യത്യസ്തമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നുള്ളത് നമുക്ക് വൈകിട്ട് പറയാം. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ വരെ കുളവാകും. അതാണ് അതിൻ്റെ പ്രശ്നം. നിസ്സാര കാര്യമല്ല. ഓരോ വാക്യത്തിനും അതിൻ്റെ പ്രസക്തി ജീവിതാന്ത്യം വരെയുണ്ട്. ഇനി അടുത്തത് യെശയ്യാവ് 6:8. അനന്തരം നാം ആരെ അയക്കേണ്ടു? ആർ നമുക്കായി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടു. അപ്പൊ എത്ര പേരുണ്ട് അവിടെ? ഹൂ വിൽ ഗോ ഫോർ അസ് എന്നാ ചോദ്യം. ഓക്കെ, ഹും ഷാൽ ഐ സെൻഡ്. അതും ഞാൻ ആരെ അയക്കേണ്ടു അങ്ങനെയല്ലേ? നാം എന്നാണോ ഞാൻ എന്നാണോ അവിടെ? ഞാൻ ആരെ അയക്കേണ്ടു?
ആർ നമുക്ക് വേണ്ടി പോകും. അപ്പം എല്ലാവർക്കും വേണ്ടി ഒരാൾ അയക്കുന്നത്. അപ്പോഴും എത്ര പേരുണ്ട് അവിടെ? ഒന്നിൽ കൂടുതലുണ്ട്. ഓൾറൈറ്റ്. ഇനി സങ്കീർത്തനം 45:6-7 പഴയ നിയമത്തിൽ തന്നെ എത്ര വാക്യങ്ങളാന്ന് നോക്കി. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഓ ഗോഡ് യുവർ ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവമേ നിന്റെ ദൈവം. അങ്ങനെയാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ ഇവിടെ അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്ലേഷൻ ഇരിക്കുന്നത്. Therefore God, your God has set you above your companion. ഓക്കെ 110:1 സങ്കീർത്തനം 110:1. യഹോവ ആരോട് അരുളി ചെയ്യുന്നത്? അതാരായി കർത്താവ്? ഈ സത്യം പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അനേകം പ്രോഫസിയിൽ ഈ വാക്യമുണ്ട്. ചില ആൾക്കാർ പറയുന്ന രാജാവിനെയാണ് അവിടെ കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. രാജാവിൻ്റെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്നവരെ ദൈവം അവനെ സഹായിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ രാജാവ് തന്നെയാണ് പറയുന്നത് എൻ്റെ കർത്താവിനോടൊന്ന്. ദാവീദല്ലേ പറയുന്നത്? ഓക്കെ. ഇനി യെശയ്യാവ് 63:10 ആത്മാവിനെ കുറിച്ച്, ആത്മാവ് സെപ്പറേറ്റ് ആണെന്നുള്ള കാണിക്കുന്ന വാക്യം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അല്ലേ? അവിടെ ഒരാളായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ കാണാം. പരിശുദ്ധാത്മാവ് ദുഃഖിച്ചു. ഓക്കെ. ഇനി അനേകം വാക്യങ്ങൾ ഇങ്ങനെയുണ്ട്. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1-2 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കാം. 3:16-17 നിങ്ങൾക്ക് അറിയാമല്ലോ. മാത്യു 3:16-17 അവിടെ എന്താ സംഭവിക്കുന്നത്? മാത്യു 3:16-17 യേശുക്രിസ്തു സ്നാനപ്പെടുമ്പോൾ സ്വർഗം തുറന്നു. ഈ മോഡലിസ്റ്റുകാരെല്ലാം ശ്രദ്ധിക്കേണ്ടത്, ആരെങ്കിലും ഉണ്ടെങ്കിൽ. സ്വർഗം തുറന്നു, ആത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗത്തിനൊരു ശബ്ദം ഉണ്ടായി. പിതാവിൻ്റെ ശബ്ദം കേട്ടു. പുത്രൻ അവിടെ ഉണ്ട്, ആത്മാവ് ഇറങ്ങി വന്നു. മോഡലിസ്റ്റുകാർ പറയുന്ന ആകെ ഒന്നേ ഉള്ളൂ, പിതാവ് വരുമ്പോൾ പുത്രനില്ല, പുത്രൻ വരുമ്പോൾ പരിശുദ്ധാത്മാവില്ലെന്ന്. അപ്പോൾ സത്യത്തിൽ മോഡലിസ്റ്റുകാർ പറയുന്ന അനുസരിച്ച് സംഭവിച്ചേക്കുന്നത് യേശു സ്നാനപ്പെട്ടു അത് പിതാവ് തന്നെയായിരുന്നു. ആ സമയത്ത് പ്രാവ് പോലെ വന്ന് ഇറങ്ങിയതും അതേ ആൾ തന്നെയായിരുന്നു. സ്വർഗത്തിൽ ആ സമയത്ത് തന്നെ പോയിരുന്നൊരു ശബ്ദവും കേൾപ്പിച്ചു. എങ്ങനെയുണ്ട്? ഒരാളുണ്ടെങ്കിൽ അങ്ങനെയല്ല ഒരേ സമയത്ത് ചെയ്യണ്ടേ? ഓക്കെ. അപ്പം 3 വ്യത്യസ്തമായ വ്യക്തികളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് പൊതുവെ ബൈബിളിൻ്റെ ടീച്ചിങ്സിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ദൈവം ഒരു ദൈവമേ ഉള്ളൂ. എൻ്റെ ദൈവം ജനമായ ഇസ്രായേലെ കേൾക്കാം, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ശരിയാണ്. പക്ഷെ ആ ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, 3 വ്യക്തികളാണ്. ഓക്കെ. വെളിപ്പാട് പുസ്തകമല്ല, നമ്മുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും ഇതിനെക്കുറിച്ചുള്ള കുറച്ചുകൂടെ ശക്തമായ വെളിപ്പാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി 2 കൊരിന്ത്യർ ലേഖനം 13:14 വായിച്ച്. 2 കൊരിന്ത്യർ ലേഖനം 13:14. ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അവിടെ എഴുതിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അപ്പം ചില ആൾക്കാർ പറയുന്നത് ദൈവം വേറെ കർത്താവ് വേറെ എന്നാണ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? പിതാവ് ദൈവം, യേശു ക്രിസ്തു കർത്താവ്. അപ്പം പിതാവ് വേറെ കർത്താവ് വേറെ. അങ്ങനെ വരുമോ? കർത്താവ് എന്ന് പറയുന്ന വാക്ക് തന്നെ എവിടെ നിന്ന് വന്നതെന്നറിയാമോ? പഴയ നിയമത്തിൽ യഹോവ എന്നുള്ള വാക്ക് ശരിക്കും, അത് ബോർഡുണ്ടെങ്കിൽ കാണിക്കാം, YHWH എന്നുള്ള എബ്രായ വാക്കാണ് അവർ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. YHWH. ഈ എബ്രായ ഭാഷ എഴുതുമ്പോൾ അതിൻ്റെ വവൽ സൗണ്ട് എഴുതുകയില്ല. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് സാധാരണ ഇതിൽ എഴുതാറില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വാക്ക്, എന്താ ഒരു വാക്ക്, ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്ക് എഴുതാന്ന് വെച്ചോ. ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്കിനകത്ത് വവൽ സൗണ്ട് എടുത്ത് മാറ്റില്ല, സ്വരാക്ഷരങ്ങൾ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തുണ്ട്? BTFL. ഇയും യു ഒക്കെ സ്വരാക്ഷരങ്ങളാണ്. അതില്ലാതെ ഇത് വായിക്കാൻ പറ്റില്ല. അപ്പോൾ എബ്രായ ലേഖനകർത്താക്കന്മാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കൺസണൻസ് മാത്രം എഴുതുള്ളൂ, സ്വരാക്ഷരങ്ങൾ എഴുതുകയില്ല. എന്നിട്ട് സ്വരാക്ഷരങ്ങൾ എങ്ങനെ എഴുതുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് രേഖപ്പെടുത്തി വെക്കുക. അങ്ങനെയാണ് അവർ എഴുതുന്ന ശീലം, അങ്ങനെയാണ്. അപ്പോൾ യാഹ്വേ എന്നുള്ള വാക്ക് അവർ എഴുതുന്നത് YHWH, സ്വരാക്ഷരങ്ങളില്ല. അപ്പോൾ ശരിക്കും അതിൻ്റെ അക്ഷരം വായിക്കേണ്ടത് യാഹ്വേ എന്നാണ്. യാഹ്വേ, അതിൻ്റെ ഹീബ്രു ഒന്നും എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് അത്ര കൃത്യമല്ല എൻ്റെ പ്രൊണൗൺസിയേഷൻ ഒന്നും. യാഹ്വേ എന്നാണ് വായിക്കേണ്ടത്. പക്ഷേ ദൈവത്തിൻ്റെ നാമം അവർ വൃഥാ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ടും ആവശ്യമില്ലാതെ പറയണ്ടെന്ന് വെച്ചതുകൊണ്ടും ഈ YHWH എന്നുള്ളതിൻ്റെ ആ വ്യഞ്ജനാക്ഷരങ്ങളുടെ താഴെ അവർ
അഡോണ എന്ന ഗ്രീക്ക്, അത് പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ സ്വരാക്ഷരങ്ങൾ ചേർക്കുന്നത്. അഡോണ എന്നൊരു ഗ്രീക്ക് വാക്കുണ്ട്, അതിൻ്റെ അർത്ഥം കർത്താവ് എന്ന്. അപ്പൊ കർത്താവ് എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ ആ ഡോ ന എന്ന് പറഞ്ഞ അഡോണായി, ആ ഓ ആ അതിന്റെ സ്വരാക്ഷരങ്ങളാണ്. അത് എവിടെ ചേർത്തു? യാ ഹോ വാ. അവിടെ അതിന്റെ സ്വരാക്ഷരങ്ങൾ ചേർത്തിട്ടാണ് ഈ യാഹ്വേ എന്നുള്ള വാക്ക് അവർ യഹോവ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയോ? ഗ്രീക്കിലേക്ക് ഈ പഴയ നിയമം എഴുതുമ്പോൾ യഹോവ എന്നല്ല അവർ ട്രാൻസ്ലേറ്റ് ചെയ്തത്. പണ്ട് തന്നെ, യേശുക്രിസ്തുവിന് മുമ്പ് തന്നെ ഗ്രീക്കിലേക്ക് ഈ പഴയ നിയമം എഴുതുമ്പോൾ യഹോവ എന്നുള്ള വാക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തത് അഡോണ, ലോഡ് എന്നാണ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ മുഴുവൻ നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ അവിടെ യഹോവ എന്ന് കാണാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീക്കിലോ മറ്റേതെങ്കിലും ഭാഷയിലോ യഹോവ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. കാരണം സെപ്റ്റ്വജിൻ്റ് ട്രാൻസ്ലേഷനകത്ത് YHWH എന്ന് പറയുന്ന അതിൻ്റെ സ്വരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്കിൽ നിന്നാണ്. അപ്പോൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത കർത്താവുന്ന ദ ലോഡ്, ദ ലോഡ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ബൈബിൾ മുഴുവൻ ദ ലോഡ് എന്ന്, യഹോവ എന്നല്ല പറയുന്നത്. യഹോവൻ്റെ ഇടനാകുന്നതാണോ സങ്കീർത്തനം 23 ഇംഗ്ലീഷിൽ എങ്ങനെയാ? ദ ലോഡ് ഈസ് മൈ ഷെപ്പേർഡ്. അപ്പോൾ പുതിയ നിയമത്തിൽ യേശുവിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? ദ ലോഡ്. അതിനർത്ഥം കുറഞ്ഞവനാന്നുള്ള അർത്ഥത്തിലല്ല അത് ഉപയോഗിക്കുന്നത്. പിതാവ് ദൈവം വേറെ, കർത്താവ് വേറെ എന്നുള്ള അർത്ഥത്തിലല്ല. കർത്താവ് ദ ലോഡ് എന്ന് പറഞ്ഞാൽ അവൻ കർത്താവ് തന്നെയാണ്, അവൻ ദൈവം തന്നെയാണെന്ന് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി എന്നാ പിന്നെ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാ ദൈവം എന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു? അങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു? അല്ലെങ്കിൽ എവിടെയെങ്കിലും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മായ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു? അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഈ കൺഫ്യൂഷൻ വല്ലതും ഉണ്ടാവുമായിരുന്നോ? അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതായത് അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃത്വത്തെക്കുറിച്ചുള്ളൊരു പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത്, ത്രിയേക ദൈവത്തിലെ 3 വ്യക്തികളെയും നമ്മൾ വ്യത്യസ്തരായി കാണണം, എന്നാൽ അവരെ വേർതിരിക്കരുതെന്നാണ്. എന്ന് പറഞ്ഞാൽ ഡോണ്ട് സെപ്പറേറ്റ് വൺ പേഴ്സൺ ഫ്രം ദ അതർ. മനസ്സിലാകുന്നുണ്ടോ? ഇത് മനസ്സിലാക്കാൻ ഒരു ഇത്തിരി പാടാണ്. നമുക്ക് ഒന്ന് വിശദമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം. ഈ വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണത്തിന് നമ്മൾ ചില പാട്ടുകൾ പാടും, ദൈവപിതാവേ ദൈവപിതാവേ, അങ്ങനല്ലോ. അതുകൊണ്ട് ദൈവപിതാവേ നിന്നോട് താതന്നി, ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തുന്നവൻ, യേശുവേ നാഥ, പരിശുദ്ധാത്മ. അപ്പം 3 പേരെയും സെപ്പറേറ്റ് ആരാധിച്ചു. ഇപ്പോൾ പിതാവിനെ ആരാധിച്ച പുത്രന് ശരിയായില്ല, പുത്രനെ ആരാധിച്ച പിതാവിന് ശരിയായില്ല, പിതാവിനെയും പുത്രനെ ആരാധിച്ച പരിശുദ്ധാത്മാവിന് ശരിയായില്ല. അപ്പോൾ അത് 3 കൂടെ ആരാധിച്ചപ്പോഴാണ് ശരിയായത്. എന്ന് പറഞ്ഞാൽ ഇത് 3 വ്യക്തികളെയും നമ്മൾ 3 ദൈവങ്ങളെ പോലെ സെപ്പറേറ്റഡ് ആരാധിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എത്രവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞേ? ഇത് സത്യം പറഞ്ഞാൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. റീൽ പാടണോ വേണ്ടെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ? ഇത് സത്യത്തിൽ തുടങ്ങി വെച്ച കത്തോലിക്കർക്ക് ഒരാളെ ഒന്നും മതിയാകാത്തൊരു ടീമുകൾ അവർ 3 നിർത്തിയതിന് അത്ഭുതമാണ്. കന്യാപുരാനോട് ചേർത്ത് 4 ആക്കുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മായ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? 3 ദൈവങ്ങളായി പോകും. അതായത് ഒരാളുടെ സ്നേഹം പോരാ, മറ്റേയാളുടെ സ്നേഹവും പോരാ, 3ാമത്തെ ആളുടെ സ്നേഹം കൂടെ കിട്ടണം. അപ്പം 3 പേരുടെ സ്നേഹമായി അല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് നമ്മൾ സെപ്പറേറ്റ് കാണുമ്പോൾ 3 ദൈവങ്ങളെ പോലെ ആയിപ്പോൾ. അങ്ങനെ കാണാതെ ബൈബിൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരൊറ്റയാളിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശുവിൻ്റെ കൃപ, രണ്ടും ഒന്ന് തന്നെയാണ് സംഭവം. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, അതൊന്നും സ്നേഹം തന്നെ, എല്ലാം ഒന്ന് തന്നെയാണ്. എസൻസിൽ ഓൾ ദീസ് ആർ ദ സെയിം. പക്ഷെ അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് 3 ദൈവങ്ങളെന്നുള്ള ഉപദേശം വന്നേനെ. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് വളരെ സൂക്ഷ്മമായിട്ട് ബൈബിളിൽ ആ പ്ലൂറാലിറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ഏകത്വത്തെ എംഫസൈസ് ചെയ്ത് പഠിപ്പിക്കുന്നത്. 1 ഗോഡ് സാരാംശത്തിൽ, പക്ഷേ വ്യക്തികൾ 3 എന്ന് വേദപുസ്തകത്തിന് ഇങ്ങനെ മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം വേറെ ഏത് രീതിയിൽ വ്യത്യസ്തമായി എഴുതിയാലും അതെല്ലാം 3 ദൈവങ്ങൾ എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. മനസ്സിലായോ? അതുകൊണ്ടാണ് ചിലർ ദൈവത്തെ പിതാവിനെ ആരാധിക്കാമോ, പുത്രനെ ആരാധിക്കാമോ, പരിശുദ്ധാത്മാവിനെ ആരാധിക്കും. 3 പേരെ സെപ്പറേറ്റഡ് ആരാധിക്കും. ഈ 3 പേരെ ഒന്നിച്ച് ആരാധിക്കാം. അതാ ഞാൻ പറഞ്ഞേ, ആ പഴയ പാട്ട് ശുദ്ധ 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 മഹോന്നത ദേവ സർവശക്ത ദേവ അല്ലേ? അതിനവസാനം ഇങ്ങനെ ദേവ ത്രിയേക ഭാഗ്യത്രിത്വമേ. ദേവ ത്രിയേക ഒന്നിച്ച 3 സെപ്പറേറ്റ് അല്ല, ഒരു ദൈവം. ആ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ഒരു ദൈവത്തെ ആരാധിക്കുമ്പം അതിൽ 3 വ്യക്തികളുണ്ട്.
പിതാവിനെ സെപ്പറേറ്റ് ആരാധിക്കാമോ? നോ പ്രോബ്ലം. പുത്രനെ സെപ്പറേറ്റ് ആരാധിക്കാമോ? നോ പ്രോബ്ലം. പിതാവിനെയും പുത്രനെയും ഒന്നിച്ച് സ്തോത്രം ചെയ്യാമോ? സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും കുഞ്ഞാടിനെയും ഒന്നിച്ച് വണങ്ങാമോ? നോ പ്രോബ്ലം. പക്ഷെ ഒന്നിന് വണങ്ങിയിട്ട് പോരാത്തതുപോലെ വേറൊരാളെ സെപ്പറേറ്റ് വണങ്ങേണ്ട കാര്യമില്ല. ഒറ്റ വണക്കത്തിൽ അത് തീർന്നു. ദാറ്റ് മീൻസ് ദർ ഇസ് ഓൺലി വൺ ഗോഡ്, അല്ലേ? ഇപ്പൊ പിതാവിനെ വണങ്ങുമ്പോൾ പിതാവിനെ വണങ്ങിക്കോ, നോ പ്രോബ്ലം. ഇപ്പൊ ഞാൻ രാവിലെ ചർച്ചിൽ ആരാധിക്കുമ്പോൾ കർത്താവേ നിന്റെ പുത്രനെ അയച്ച് ഞങ്ങളെ വീണ്ടെടുത്ത പിതാവേ നിനക്ക് സ്തോത്രം എന്ന് പറഞ്ഞു അവസാനിപ്പിച്ചു. ഞാൻ പിന്നെ വിചാരിക്കുക, പിതാവിനെ ആരാധിച്ചു പുത്രനെ ആരാധിച്ചില്ലല്ലോ. അങ്ങനെ ചിന്തിക്കണ്ട. കാരണം ദർ ഇസ് ഓൺലി വൺ ഗോഡ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പൊ ത്രിയേകത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ത്രൈദൈവത്വത്തിലോട്ടും പോകരുത്, വെറും അബ്സല്യൂട്ട് മോണോത്തിയസ്റ്റിലോട്ടും പോകരുത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞാൽ ഇത് കൺക്ലൂഡ് ആവത്തുള്ളൂ. എന്തുകൊണ്ട് ത്രിയേക ദൈവം എന്നുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചു. വൈ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൈ ഗോഡ് ഹാസ് ടു ബി ട്രയൂൺ? അതിൻ്റെ കാരണം എല്ലാ നല്ല ഗുണങ്ങളും വരേണ്ടത് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ദൈവത്തിൽ പരസ്പരമുള്ള സ്നേഹമാണ് നമ്മൾ തമ്മിൽ പങ്കുവയ്ക്കുന്നത്. അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ, യേശുക്രിസ്തു ദൈവം അല്ലെങ്കിൽ, ഞാനിത് വളരെ പെട്ടെന്ന് പറയാണ്, വൈകിട്ട് വിശദമായിട്ട് കാണാം. യേശുക്രിസ്തു ദൈവം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ഈ കുഞ്ഞാടിനെ വണങ്ങിക്കോ, നമസ്കരിച്ചോളാൻ. അപ്പം ദൈവമല്ല യേശു എങ്കിൽ നമ്മൾ ആരെയാണ് വണങ്ങുന്നത്? സൃഷ്ടിയായ ഒരാളെ നമ്മൾ വണങ്ങുന്നത്, അല്ലേ? അപ്പം നമ്മളെ ഇവിടെ നിന്ന് ഇത്രയും വില കൊടുത്ത് രക്ഷിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ ആരെ പിന്നെയും പാപം ചെയ്യിപ്പിക്കല്ലേ? നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ ആരെയും നമസ്കരിക്കാൻ പാടില്ല. അപ്പൊ കുഞ്ഞാടിന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കാമെങ്കിൽ അതിനർത്ഥം എന്താ? കുഞ്ഞാട് ദൈവമാണെന്ന് അതിനർത്ഥം. If he were not God, if he was not God, God wouldn't ask him to worship him, ask us to worship him. അല്ലെ? അവനെ വീണ്ടും ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ വണങ്ങേണ്ടതാകുന്ന അതിനർത്ഥം he demands and commands and deserves worship. അവൻ ആരാധന കമാൻഡ് ചെയ്യുകയും ആരാധന സ്വീകരിക്കുകയും ചെയ്യുന്നു, അല്ലെ? ആരാധന ആവശ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. നമ്മൾ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം ദൈവത്തിനല്ലാതെ ആർക്കും തെറ്റുപറ്റാം. സ്ഥാപിച്ചത് കൊണ്ടാണ് നമ്മളത് വിശ്വസിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇത് ദൈവത്താൽ ഡയറക്റ്റ് നമുക്ക് നൽകപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നത്തെ സഭകൾ, പ്രത്യേകിച്ചും ഈ ഇൻഡിപെൻഡൻറ്റ് ചർച്ചകളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം. ന്യൂ ജനറേഷൻ ചർച്ചകൾ, ഈ ന്യൂ ജനറേഷൻ ചർച്ചകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്കൊരു രാജാവ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് കർത്താവല്ല, അതാണ് പ്രശ്നം. നമുക്കെല്ലാം ഒരു രാജാവുണ്ട്, ആ രാജാവ് കർത്താവാണ്. എന്നാൽ ഈ ന്യൂ ജനറേഷൻ ചർച്ചകളിൽ അതിൻ്റെ താഴെ ഒരു സാമന്ത രാജാവ് ഉണ്ടായിരിക്കും. അദ്ദേഹം ഓരോ ദിവസവും ഞായറാഴ്ച അദ്ദേഹത്തിന് തോന്നുന്നതാണ് ആ ചർച്ചിലെ ഉപദേശം. ഇവിടെ എല്ലാം വിവിധമായ മതങ്ങളിൽ നിന്നും സഭകളിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് എന്താണ് ഈ ഫൗണ്ടേഷണൽ ഉപദേശങ്ങൾ എന്നുള്ള കാര്യം അവരെ ആരും പഠിപ്പിക്കാറില്ല. അപ്പോൾ അവരുടെ തലമുറ വന്നു കഴിയുമ്പം ആദ്യം ഇവർ വളരെ തീക്ഷ്ണതയോടെ വന്നെങ്കിലും ഒരു മക്കളുടെ കാലമൊക്കെ വന്നു കഴിയുമ്പോഴേക്കും എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോലും അറിയാൻ വയ്യാത്ത ഒരു ജനറേഷനാണ് അടുത്ത് വരുന്നത്. അവരാകെ പറയുന്നത് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ വില കൊടുത്ത് ഇറങ്ങിയതാണെന്നാണ്. അതുമാത്രമേ അറിയത്തുള്ളൂ. അവരെന്തിനാണ് വില കൊടുത്തത് എന്നവർക്കറിയില്ല. അപ്പോൾ ഉപദേശങ്ങളുടെ ഫൗണ്ടേഷൻ ഇല്ലാതെ പോകുമ്പം ഓരോരുത്തരും വന്ന് അവരവരുടെ ഇസം പഠിപ്പിക്കാൻ ഫ്രീഡമുള്ള ഒരു പുൾപിറ്റായി ഇന്ന് പെന്തക്കോസ്റ്റൽ ചർച്ചസ് മാറിയിരിക്കുന്നുള്ളതാണ് എൻ്റെ സത്യം. നമ്മളൊരിത്തിരി വൈബ്രേഷനോടുകൂടി പറഞ്ഞാൽ എന്തു പറഞ്ഞു എന്ന് നോക്കാതെ കൈയടിക്കുന്ന പാവങ്ങളാണ് മുമ്പിലിരിക്കുന്ന വലിയൊരു പങ്കും. അവർ നിസ്സഹായരും കൈയടിക്കാൻ വിധിക്കപ്പെട്ടവരുമാണ്. എല്ലാത്തിനെയും ക്രിട്ടിക്കലായിട്ട് നോക്കണമെന്നുള്ളതല്ല, എപ്പോഴും ഡോക്ടറിൻ പഠിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളതുമല്ല. നമ്മൾ ഡോക്ടറിൻ പഠിച്ചുകൊണ്ടിരുന്നാൽ സംഭവിക്കുന്ന ബ്രദറുകാർക്ക് പറ്റിയൊരു പ്രോബ്ലം ഉണ്ട്. അവരിപ്പോഴും ഡോക്ടറിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, 120 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഡോക്ടറിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങൾ, എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് അടിസ്ഥാന വിഷയങ്ങളുടെ ഫൗണ്ടേഷൻ ഒരിക്കൽ വീണാൽ പിന്നെയും ആ അടിസ്ഥാനം ഇടേണ്ട കാര്യമില്ല. ഈ അടിസ്ഥാനങ്ങൾ കറക്റ്റ് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പരിജ്ഞാനത്തിലേക്ക് വളരാൻ സഹായിക്കും ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ ആത്മാവിലുള്ള ജീവിതം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എപ്പോഴും വചനത്തിൻ്റെ ഫൗണ്ടേഷനിലാണ്. വീണ്ടും വീണ്ടും അടിസ്ഥാന വിഷയങ്ങൾ സംസാരിക്കേണ്ടതായി വരാത്ത വിധം സ്ട്രോങ് ഫൗണ്ടേഷൻസ് നമുക്ക് വിശ്വാസത്തിലുണ്ടായിരിക്കണം. ഇപ്പം എന്തുകൊണ്ട് യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ട്, റീസണുണ്ട്. ആ റീസൺ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാവുന്നത് ഞാനൊരു ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ടോ ഞാൻ നോക്കുമ്പോൾ അത് ബെറ്ററായി എനിക്ക് തോന്നിയതുകൊണ്ടോ മാത്രമല്ല, അതിന് ലോജിക്കലായിട്ടുള്ളൊരു കാരണമുണ്ട്. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഐ നോ ക്രൈസ്റ്റ് ഈസ് അബ്സല്യൂട്ട് ആൻഡ് ഫണ്ടമെൻ്റൽ.
അപ്പം ആരാണ് ക്രിസ്തു, എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന അടിസ്ഥാന പാഠങ്ങൾ? ഇത് നമ്മൾ പഠിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നല്ലതാണെന്നുള്ളതല്ല, അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ലേഖനങ്ങൾ എഴുതുമ്പോൾ അപ്പോസ്തലൻ എപ്പോഴും ആദ്യം എഴുതുന്നത് ഉപദേശങ്ങളെക്കുറിച്ചാണ്, അടിസ്ഥാന വേദോപദേശങ്ങൾ. പിന്നെയാണ് നിങ്ങൾ കള്ളം പറയരുത്, അല്ലേ? ഇപ്പം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കള്ളം പറയുന്നതിനെ കുറിച്ച് ഒരു ദിവസം പ്രസംഗിച്ചു, ഓക്കെ, വെരി ഗുഡ്, അത് എല്ലായിടത്തും കേൾക്കുന്നതാണ്. എന്താണ് നമുക്ക് മാത്രമായി ദൈവം തന്നിരിക്കുന്ന ഉപദേശം, മറ്റ് മതങ്ങൾക്ക് പറയാൻ പറ്റാത്തത്, മറ്റ് സഭകൾക്ക് പറയാൻ പറ്റാത്തത്, മറ്റ് ആളുകൾക്ക് പറയാൻ പറ്റാത്തത്? എന്താണ് യുണീക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ്? വാട്ട് ഈസ് യുണീക്ക് ഇൻ ക്രിസ്ത്യൻ ഫെയ്ത്ത്? മറ്റുള്ളവരിൽ നമ്മൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാരണം ചോദിച്ചാൽ നമ്മൾ എങ്ങനെ മറുപടി പറയും? എന്താണ് നമ്മുടെ കയ്യിലുള്ള മറുപടി? നമുക്ക് മുൻപോട്ട് ചിന്തിക്കാം. രാവിലെ നമ്മൾ കണ്ടത് ത്രിയേകത്വത്തെക്കുറിച്ചുള്ള 3 പ്രസ്താവനകളാണ്. ഇത് ത്രിയേകത്വത്തെക്കുറിച്ചുള്ളൊരു കോംപ്രഹെൻസീവ് ക്ലാസ്സാണ് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ 1-2 മണിക്കൂർ ത്രിയേക ദൈവത്തെക്കുറിച്ച് സംസാരിച്ചാലും അതൊരു പെരിഫറിയിൽ മാത്രമേ ആകും, അതായത് സർഫസിൽ മാത്രമേ ആകുന്നുള്ളൂ. ഇത് എത്ര വേണേലും വിശദമായിട്ട് നമുക്ക് കാണാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ വളരെ കുറച്ച് വാക്യങ്ങൾ മാത്രം എടുത്ത് ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളും ബൈബിളിലുണ്ട് എന്ന് നമുക്കൊരു ബോധ്യം തരാൻ വേണ്ടി മാത്രമാണ് ഇത് ഞാൻ പറയുന്നത്. നേരത്തെ പാസ്റ്റർ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് എല്ലാം വിശദീകരിച്ച് പഠിക്കാൻ പോയാൽ നമുക്ക് 1 വർഷം മുഴുവൻ ഇരുന്ന് പഠിച്ചാലും തീരെയില്ലാത്തതുപോലെ വേദപുസ്തകം ബൃഹത്തും ഡീപ്പുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട 3 പ്രസ്താവനകൾ ഇതാണ്. ദൈവം ഏകനാണ്. ഏകനായ ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്. 3 വ്യക്തികളും പൂർണ്ണമായും ദൈവമാണ്. ദൈവങ്ങളാണെന്നല്ല, ദൈവമാണ്. ദൈവങ്ങളാണെന്നാകരുത്, അപ്പം 3 ആയി പോവും. അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യരുത്. ഓൺലി 1 ഗോഡ്, 3 പേഴ്സൺസ്, 1 ഇൻ എസൻസ്, 3 ഇൻ പേഴ്സൺസ്. പക്ഷേ ഓരോ പേഴ്സണും ഫുള്ളി ദൈവമാണ്. ഇതാണ് സ്റ്റാൻഡേർഡ് ത്രിയേക ദൈവ വിശ്വാസം. അതായത് ഇന്ന് ലോകത്ത് മുഴുവൻ മെയിൻ ലൈൻ ചർച്ചസ് ഫോളോ ചെയ്യുന്ന ഉപദേശം എന്ന് പറഞ്ഞതാണ്. അപ്പം നമ്മൾ രാവിലെ കണ്ടത് ഈ ദൈവത്തിൻ്റെ പ്ലൂറാലിറ്റി ഓഫ് പേഴ്സൺസ്, പ്ലൂറാലിറ്റി ഓഫ് എസൻസ് അല്ല, പ്ലൂറാലിറ്റി ഓഫ് ബീയിങ് അല്ല, ഒരു ബീയിങ്ങേ ഉള്ളൂ, ഒരു ഗോഡേ ഉള്ളൂ. പ്ലൂറാലിറ്റി ഓഫ് പേഴ്സൺസ് ആണ് രാവിലെ നമ്മൾ കണ്ടത്. സാരാംശത്തിൽ ഒരുവനും എന്നാൽ വ്യക്തികളിൽ 3 അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഓരോ ദൈവം ഏകനാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് അനേകം വാക്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അത് നിങ്ങൾ ചോദിച്ച ഈ ദുരുപദേശക്കാരുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇഷ്ടം പോലെ വാക്യങ്ങളുണ്ട്. അതായത് എൻ്റെ ജനമായ ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, ദൈവം ഒരുവനല്ലോ, അല്ലേ? ഒത്തിരി എടുത്തതുണ്ട്. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഈ സമയം എടുക്കുന്നില്ല. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ 3 വ്യക്തികളും ഉണ്ടെന്നും ആ 3 വ്യക്തികളും ദൈവമാണ് എന്നും എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? പിതാവായ ദൈവത്തെക്കുറിച്ച് സാധാരണ ഇതിൽ ആർക്കും വലിയ തർക്കമൊന്നുമില്ല. ഉണ്ടോ? ഒരു തർക്കവുമില്ല. കാരണം ബൈബിൾ തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്നവരെ പിതാവായ ദൈവം വ്യക്തമായിട്ട് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ദൈവമായി തന്നെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതും നമുക്കൊരു പ്രധാനമായൊരു ചർച്ചാ വിഷയമാകേണ്ട കാര്യമില്ല. എന്നാൽ യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണോ എന്നുള്ളൊരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ഈ ത്രിയേകത്വത്തിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും മറ്റൊന്ന് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വവുമാണ്. 2 ചോദ്യങ്ങളാണ് എപ്പോഴും ദുരുപദേശക്കാർ ചോദിക്കുന്നത്. ഒന്ന്, യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണോ? മറ്റൊന്ന്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണോ അതോ ഒരു ശക്തിയാണോ? നമുക്ക് ആദ്യം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നോക്കാം. വാക്യങ്ങൾ, നമ്മൾ കുറച്ച് വാക്യങ്ങൾ മാത്രം നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 1 വേഴ്സസ് 1 through 4. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ വാക്യം നോക്കി, കൂടെയായിരുന്നു, അല്ലേ? ദൈവമായിരുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ യഹോവയുടെ സാക്ഷികളൊക്കെ വന്ന് ചോദിക്കുവാണെങ്കിൽ അവരാദ്യം കുരുക്കുന്നത് ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. എന്നോടൊരു യഹോവ സാക്ഷിക്കാരൻ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ, ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു, അനാദിയിൽ ദൈവം ഇല്ലായിരുന്നു. ആലോചിക്കണം. അപ്പോൾ കണ്ടോ, അത് വളച്ചൊടിച്ച് എങ്ങനെയാണ്? ആദിയിൽ ദൈവം ഉണ്ടായി എന്ന് പറയാൻ, ആദിയിൽ വചനം ഉണ്ടായി എന്ന് പറയണേ കുഴപ്പമില്ലായിരുന്നു. അവർ പറഞ്ഞു ശരിയായിന്. ആദിയിൽ വചനം ഉണ്ടായി എന്ന് പറയുമായിരുന്നേ ഓക്കെ, അനാദിയിൽ വചനം ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ആദിയിൽ വചനം
ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അർത്ഥം ഇൻ ദ ബിഗിനിങ് വേർഡ് വാസ് ദെയർ. വചനം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അനാദിയിൽ ആരുണ്ട്? ദൈവമുണ്ട്, വചനമുണ്ട്, അല്ലെ? ദൈവമുണ്ട്. ദൈവമുണ്ടെങ്കിൽ എന്തുണ്ട്? ദൈവത്തിന്റെ വചനവും ഉണ്ട്. വചനം ദൈവമായിരുന്നു എന്നുള്ളതിന് അവരെന്താ പറയുന്നറിയോ? അബ്സല്യൂട്ട് മോണോതീസ്റ്റുകൾ എന്ന് അവരെ വിളിക്കുന്നത്. അബ്സല്യൂട്ട് മോണോതീസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഒരൊറ്റ വ്യക്തി മാത്രമാണ് ദൈവം എന്ന് പറയുന്നതാണ്, ഒരു വ്യക്തിയേ ഉള്ളൂ എന്ന് പറയുന്നതാണ് അബ്സല്യൂട്ട് മോണോതീസം. അതെനിക്ക് ഭയാനകമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മളൊന്ന് കുറച്ചുകൂടെ ഗഹനമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ഭയം തോന്നും. കാരണം അബ്സല്യൂട്ട് മോണോതീസം എന്ന് പറയുന്നത് ഒരു ലോജിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതെന്തുകൊണ്ടാണ് നമുക്ക് പറയാം. ഈ വചനം ദൈവമായിരുന്നുള്ളതിന് ഇവർ പറയുന്നത്, ഈ ദൈവം എന്നുള്ളതിന് മുമ്പ് സാധാരണ ഈ ഗ്രീക്കിൽ ഇത് ഈ തിയോളജി സിസ്റ്റം ഇങ്ങനെ വേദശാസ്ത്രം പഠിക്കുമ്പോൾ വലിയ പ്രോബ്ലം ഇടയ്ക്ക് ഗ്രീക്കൊക്കെ വരുന്നുള്ളതാണ്. ഞാൻ സാധാരണ പ്രസംഗം നിവൃത്തി ഉണ്ടെങ്കിൽ ഗ്രീക്ക് പറയാത്ത ഒരാളാണ്. അപ്പോൾ പക്ഷേ ഇവിടെ ചെറിയൊരു ഗ്രീക്ക് നമ്മൾ പരിചയപ്പെട്ടേ പറ്റുള്ളൂ. കാര്യമായിട്ടൊന്നുമില്ല. ഈ ഗ്രീക്ക് ഭാഷയിൽ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷിലുണ്ടല്ലോ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ആർക്കെങ്കിലും പറയാം എന്താണ്? ദി അല്ലെങ്കിൽ ദ എന്ന് പറയുന്നത്. ടി അതാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ദിസ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രൂത്ത് ഉള്ളൂ എന്നർത്ഥം. ദിസ് സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സണ്ണ് ഉള്ളൂ എന്നാണ്, അബ്സല്യൂട്ട്. ഇവിടെ യഹോവ സാക്ഷികൾ പറയുന്നത് അവിടെ THE എന്ന് എഴുതിയിട്ടില്ല. അതായത് ഹോ എന്നുള്ള ഗ്രീക്ക് ആർട്ടിക്കിൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ. അതുപോലെ വേറെ ഒരെണ്ണമുണ്ട്, മാംഗോ. എന്ന് പറയുന്നല്ലേ, അത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇവല്ലോ മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ? ഒരു മാങ്ങ. അപ്പം മാങ്ങ എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഒരു എന്നുള്ളത് അതിനകത്ത് അണ്ടർസ്റ്റുഡാണ്. ദി മാങ്ങ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ മാങ്ങ മാത്രമേ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മാങ്ങയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാത്രമേ ദി മാങ്ങ എന്ന് പറയുള്ളൂ. ദ മാങ്ങ വിച്ച് ഐ ലോസ്റ്റ് എന്ന് പറയുമ്പം ദി വേണം. കാരണം ആ നഷ്ടപ്പെട്ട ആ ഒരു മാങ്ങയെക്കുറിച്ച് മാത്രമേ പറയുന്നത്, വേറൊരു മാങ്ങ അവിടെ പോരാ. മനസ്സിലാവുന്നുണ്ടോ? മാങ്ങ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നെങ്കിലും ഒരു മാങ്ങ ഉണ്ടെന്നാൽ മതി. എന്നാൽ ദി മാങ്ങ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ മാങ്ങയെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് എൻ്റെ വ്യത്യാസം. അപ്പോൾ ഇവർ പറയുന്നത് ദി ഗോഡ് എന്ന് അവിടെ ഇല്ല. ദ വേർഡ് വാസ് ദ ഗോഡ് എന്നില്ല. അതുകൊണ്ട് ഗ്രീക്കിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അത് ഇങ്ങനെയുള്ളൂ. ദൂതന്മാരെ കുറിച്ച് പറയുന്ന പോലെ ജീസസ് വാസ് എ ഗോഡ്, അതായത് വചനവും ഒരു ദൈവരൂപമായിരുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ എന്നാണ് പ്രിയ സഹോദരങ്ങളെന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയാൻ മേല, ക്രിസ്തുവിൽ സഹോദരങ്ങളെന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയാൻ മേല, വിളിക്കാൻ പറ്റില്ല, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താണെന്നറിയാമോ? ഈ ഹോ എന്ന് പറയുന്ന ആർട്ടിക്കിൾ അവിടെ ആ പാസേജിൽ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. അതായത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവിടെയും ദൈവത്തിന് മുമ്പിൽ ഹോ ഇല്ല. അപ്പോൾ അതിനർത്ഥം എന്താ? ഒരു ദൈവത്തിൻ്റെ മക്കളാകാൻ എന്ന് പറയേണ്ടി വരും അവിടെ, അല്ലേ? അങ്ങനെ അവർ മുഴുവൻ അത് വ്യാഖ്യാനിച്ചാൽ ദൈവം എന്ന് പറയുന്നിടത്ത് എല്ലായിടത്തും ഈ ഹോ ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഒരു ദൈവം എന്നായി പോകും. അതിങ്ങനെ വരും. വചനം ഒരു ദൈവമായിരുന്നു, ആദിയിൽ അവൻ ഒരു ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നു, കുളം. പക്ഷെ അവരങ്ങനെ പറയല. അവർക്ക് തെളിയിക്കേണ്ട ആ ഒരു സ്ഥലത്ത് മാത്രമാണ് അവർ ഒരു എന്ന് വ്യാഖ്യാനിക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയുള്ളിടത്ത് അതേ ഒരു പ്രയോഗിച്ചാൽ മുഴുവൻ പോയി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വ്യാഖ്യാനം. ഓക്കെ, അവരുടെ ട്രാൻസ്ലേഷൻ ഉണ്ട് കേട്ടോ. ആ ട്രാൻസ്ലേഷൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിനകത്ത് ഒരു ദൈവം എന്ന് എഴുതിയേക്കുന്നത്. അങ്ങനെയാണ് അവരത് വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി യോഹന്നാന്റെ സുവിശേഷം 20:28. യോഹന്നാന്റെ സുവിശേഷം 20:28. നമുക്കിത് വളരെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വാക്യമാണ്. 20:28. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുത്തരം പറഞ്ഞു. ഇതെങ്ങനെ? നിങ്ങളൊരു യഹോവസാക്ഷികളുടെ പോയിന്റ് ഒന്ന് ചിന്തിച്ച് നോക്കി. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം? നമ്മളെപ്പോഴും അവരെങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ചാൽ നമുക്കിത് കൂടുതൽ ആഴമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു യഹോവസാക്ഷിക്ക് ഇതിനകത്ത് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ഇതൊരു ഡയറക്റ്റ് വാക്യമാണ്. അതായത് തോമസ് യേശുവിനോട് പറയാണ്, എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവേ. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഇതിനൊന്ന് വളച്ചൊന്ന് വ്യാഖ്യാനിച്ച് നോക്കി ഇത് ദൈവം അല്ലാതാക്കാൻ പറ്റുമെന്ന്. അതിന് യഹോവസാക്ഷികൾ കണ്ടെത്തി, അതായത് അബ്സല്യൂട്ട് മോണോതീസ്റ്റുകാർ കണ്ടെത്തിയ ഒരു വഴിയെന്ന് പറയുന്നത്, അവിടെ യേശുവിന് ഒരു ദൈവ പ്രകൃതമുള്ള ഒരാളെ പോലെ തോമസ് കണ്ടു എന്നാണ്. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം എന്നാണെന്നറിയോ?
ഈ യോഹന്നാൻ 1 പറഞ്ഞവരോട് പറയാൻ പറ്റില്ല. അവിടെ ആ അബ്സല്യൂട്ട് ആർട്ടിക്കിൾ ഉണ്ട്. ഏതാ? അവിടെ ശരിക്കും പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാമോ? ദി ഗോഡ് എന്ന് തന്നെയാണ്. അതായത് ഏകനായ ദൈവമേ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. തോമസ് യേശുവിനെ വിളിക്കുന്നത് ഓക്കെ എങ്ങനെയാണെന്നറിയോ? ദ ഗോഡ്. അവിടെ എഴുതിയിരിക്കുന്ന ഹോ തിയോസ് എന്നാണ്. ഹോ തിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോ ദി ഗോഡ് എന്ന് പറഞ്ഞാൽ ദ ഒൺലി ഗോഡ് എന്ന് തന്നെ യേശുവിനെ വിളിക്കും. നമുക്ക് യേശുവിനെ ഒൺലി ഗോഡ് എന്ന് വിളിക്കാം, പിതാവിനെ ഒൺലി ഗോഡ് എന്ന് വിളിക്കാം. കാരണം ഒരു ഗോഡേ ഉള്ളൂ. ഗോഡ് ഈസ് വൺ. എന്നാൽ ഇത് മൂന്നാണ് തന്നെ. 3 വ്യക്തികൾ സെപ്പറേറ്റും ആണ്. ഓക്കെ, ഇനി വേറൊരു പ്രശ്നം. ഇനി ഇതിനകത്ത് രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? നിങ്ങൾ കുറച്ചുകൂടെ കുരുട്ടുബുദ്ധിയോട് ആലോചിച്ച് നോക്കി. ഇവിടുന്ന് രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഓ മൈ ഗോഡ് ആൻഡ് മൈ ലോഡ് എന്ന് ഉത്തരം പറഞ്ഞു. എന്താ പറയാം? ഇനി എങ്ങനെ രക്ഷപ്പെടാൻ അതിനകത്ത്? അതിന് വേറെ ചില ആൾക്കാർ കണ്ടുപിടിച്ച വഴി, യേശുവിനെ ഇങ്ങനെ കണ്ടപ്പോൾ കയ്യിൽ തൊട്ട് നോക്കിയപ്പോൾ തോമസ് പറയാണ്, ഹോ ദൈവമേ എന്ന് പറഞ്ഞു തന്നു. അതെങ്ങനെയുണ്ട്? നമുക്ക് അത്രയും കുരുട്ടുബുദ്ധി ഇല്ലല്ലേ? ഇതൊക്കെ ഈ ഒരു ദുരുപദേശം ഉണ്ടാക്കണമെങ്കിൽ പിശാച് എന്തുമാത്രം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കും. ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെയെല്ലാം ചിന്തിപ്പിക്കണം. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവർ പറഞ്ഞ് ഹോ ദൈവമേ കർത്താവേ എന്ന് വിളിച്ചതാണ്. മരിച്ച ഒരാൾ എഴുന്നേറ്റ് വരുന്നത് കാണുമ്പോൾ അത് കൊള്ളാമല്ലേ പരിപാടി? പക്ഷെ അതൊന്നും കൂടെ സൂക്ഷിച്ച് വായിച്ച ആ വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ദൈവവും എൻ്റെ കർത്താവും ആയുള്ളോവേ എന്ന് അതിശയിച്ചു എന്നല്ല, ഉത്തരം പറഞ്ഞു. ആ ഉത്തരം എന്താ ദൈവത്തോട് പറയുന്നത്? യേശുവിനോട് പറയുന്നത് എൻ്റെ ഒരേ ഒരു ദൈവവും കർത്താവുമായുള്ളോവേ എന്നാണ് അതിൻ്റെ ഉത്തരം. മനസ്സിലായോ? അവിടെ ഉത്തരം പറഞ്ഞു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് കർത്താവ് അവനെ തന്നെത്താൻ വെളിപ്പെടുത്തിയപ്പോൾ അവൻ കൊടുത്ത ഒരു മറുപടി, ആ മറുപടി എങ്ങനെയാണ്? എൻ്റെ ദൈവവും കർത്താവും ആയുള്ളോവേ എന്ന് ഉത്തരം പറഞ്ഞു. ഹി ആൻസേഡ് ഓ മൈ ഗോഡ് ആൻഡ് മൈ ലോഡ്. എൻ്റെ ദൈവവും കർത്താവും ആയുള്ളോവേ. ഓക്കെ, ഇനി 20-29 വായിച്ചേ. ആ ആ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. എല്ലാവർക്കും ഈ ഭാഗ്യം ഉണ്ടാവില്ല. പക്ഷെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം ഇതൊന്നും യേശു ക്രിസ്തു ദൈവവും കർത്താവുമാണെന്ന് ഈ തെളിവുകളൊന്നും ഇല്ലാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻ. ഓക്കെ, ഇനി മുമ്പോട്ട് വായിക്കുമ്പോൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരാം. എബ്രായ ലേഖനം 1-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സ് 3. ഹീബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സ് 3. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും. ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഈ തേജസ്സിൻ്റെ പ്രഭ എന്നുള്ള വാക്ക്, തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും ആകൊണ്ട്. ഓക്കെ, മതി. അപ്പോൾ അവൻ ആരൊക്കെയാണ്? തേജസ്സിൻ്റെ പ്രഭ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ നമുക്ക് വേണം സൂര്യനായിട്ട് എടുക്കാം. ഈ തൃത്വത്തെക്കുറിച്ച് പറയാൻ വേണ്ടി സൂര്യനെ എടുത്ത് എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾ വിചാരിക്കരുത്. ഈ തേജസ്സിൻ്റെ പ്രഭ എന്താണെന്ന് പറയാൻ വേണ്ടി. നിക്കാ വിശ്വാസ പ്രമാണത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനെന്ന, സൃഷ്ടിയല്ലാത്തവൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്നവൻ. അപ്പോൾ സൂര്യൻ അവിടെ ഇരിക്കുമ്പോൾ സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന പ്രഭ അതെപ്പോൾ തൊട്ടുണ്ട്? സൂര്യനുള്ളപ്പോൾ തൊട്ടുണ്ട്. മനസ്സിലാവുന്നില്ല? എവിടെ നിന്നാ പുറപ്പെടുന്നത്? സൂര്യനിൽ നിന്ന്. അത്ര ശരിയല്ലേ? അപ്പൊ തേജസ്സിന്റെ പ്രഭ എന്ന് പറയുന്ന തേജസ് എപ്പോഴെല്ലാം ഉണ്ടോ അപ്പോൾ എന്തുണ്ട്? പ്രഭയുമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് എപ്പോഴെല്ലാം ഉണ്ടോ അപ്പോഴെല്ലാം ആ തേജസ്സിൻ്റെ പ്രഭയുമുണ്ട്, അല്ലേ? അപ്പം ദൈവം പിതാവ് എപ്പോഴുണ്ടോ അപ്പോഴെല്ലാം ആരുമുണ്ട്? പുത്രനുണ്ട്. കാരണം പുത്രൻ ആരാ? ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭ. ഓക്കെ, അടുത്തത് തത്വത്തിൻ്റെ മുദ്ര. ഈ തത്വത്തിൻ്റെ മുദ്ര എന്ന് പറയുന്നത് ഒരു വാക്യം, ഞാൻ ഒരു നിമിഷം. അത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന എക്സാക്ട് ഇംപ്രിന്റ്
ഓഫ് ഹിസ് നേച്ചർ എന്ന്, അതായത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അതുപോലെ തന്നെയുള്ള എക്സാക്ട് ഡ്യൂപ്ലിക്കേഷൻ നമ്മൾ പറയല്ലേ. ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള അർത്ഥം തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. ഈ ത്രിയേകത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഉള്ളൊരു പ്രോബ്ലമാണ്, ഓരോ വാക്കും പ്രശ്നം ഉണ്ടാക്കാം. ഇപ്പം ഞാൻ പറയുന്ന ഒരു വാക്ക് സ്ലിപ്പായി പോയാൽ അത് വലിയൊരു കോലാഹലമാകാം. അപ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ്. ഇവിടെ ഈ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം പിതാവായ ദൈവം എങ്ങനെയാണോ അതൊരു പ്രിൻ്റ് ഔട്ട് കോപ്പി എടുത്താൽ അതേ എക്സാക്ട്ലി അതേ പ്രിൻ്റാണ് യേശുക്രിസ്തു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതായത് തത്വത്തിൻ്റെ മുദ്ര. ഇംഗ്ലീഷിൽ അത് പറയുന്നത് ഹീസ് ദ എക്സാക്ട് ഇംപ്രിന്റ് ഓഫ് ദി നേച്ചർ ഓഫ് ഗോഡ് എന്നാണ്. ഓക്കെ, ഇനി താഴോട്ട് വായിക്കുമ്പോൾ, എബ്രായ ലേഖനം താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ചില കാഴ്ചകളുണ്ട്. വളരെ അത്ഭുതകരമാണ് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ എഴുത്ത്. ഈ 1-ാം അധ്യായത്തിൻ്റെ എഴുത്തിൽ നമ്മൾ കാണുന്നത്, ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം, ഇത് ഇത്തിരി ശ്രദ്ധിച്ച് വായിച്ചാലേ എബ്രായ ലേഖനം ഇതിനകത്ത് തിയോളജി മനസ്സിലാവുള്ളൂ. നമുക്ക് ചുമ്മാ വായിച്ചു പോകാൻ അത്രയും പ്രയാസമില്ല. ഇതിനകത്ത് വേദശാസ്ത്രം മനസ്സിലാവണമെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വായിക്കണം. ഞാനത് മലയാളത്തിൽ എടുക്കട്ടെ. സ്തോത്രം. 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു. 1-ാം വാക്യം കൂടെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ഇനി അത്രയും പറഞ്ഞ ശേഷം 3-ാം വാക്യം മുതൽ താഴോട്ടുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും വിവരിക്കാൻ വേണ്ടി ഒരു പാട്ടുപോലെ ഒരു വാക്യം ദൈവത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ അടുത്ത വാക്യം മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം യേശു ആരെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി അവൻ്റെ തേജസ്സിൻ്റെ പ്രഭ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? തേജസ് എപ്പോഴെല്ലാം ഉണ്ടോ അപ്പോഴെല്ലാം എന്തുകൊണ്ട്? പ്രഭയുമുണ്ട്. എക്സാക്ട് റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ സൂര്യൻ എപ്പോഴെല്ലാം ഉണ്ടോ അപ്പോഴെല്ലാം അതിൻ്റെ പ്രകാശവുമുണ്ട്. അപ്പോൾ പ്രകാശം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ സൂര്യനിൽ നിന്ന് വരുന്നു. പക്ഷെ സൂര്യൻ ഇങ്ങനെ സൃഷ്ടിച്ചുണ്ടാക്കുന്നതല്ല, അത് സ്വാഭാവികമായി വരുന്നതാണ്. അപ്പോൾ ദൈവത്തിന് ആരംഭമില്ലെങ്കിൽ, പിതാവിന് ആരംഭമില്ലെങ്കിൽ പുത്രനും ആരംഭമില്ല. കാരണം അവൻ്റെ തേജസ്സിൻ്റെ റേഡിയൻസ് ആണ് പുത്രൻ. 2-ാം ഭാഗം തത്വത്തിൻ്റെ മുദ്ര, എക്സാക്ട് ഇംപ്രിന്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണേൽ പറയാം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അങ്ങനെയല്ലേ? ദൈവത്തെ ആരെങ്കിലും ഒരു നാളും കണ്ടിട്ടുണ്ടോ? പഴയ നിമിത്തം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ആരും ഒരു നാളും കണ്ടിട്ടില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരുന്ന് ആരാ? എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ. ആരായിരുന്നു അത്? യോഹന്നാൻ 1:18 പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ഈ യെശയ്യാവിൻ്റെ 6 എന്താ സംഭവിച്ചത്? നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 12-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം മുതൽ 37 മുതൽ വായിക്കാമോ? ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടു മറഞ്ഞു. അവർ കാണെ അടയാളങ്ങളെ ചെയ്തിട്ടും വിശ്വസിച്ചില്ല. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു. ഇത് എവിടെ നിന്ന് എടുത്തതാ? ആണ് അല്ലേ? യെശയ്യാ പ്രവാചകന്റെ എത്ര അധ്യായത്തിൽ നിന്ന് എടുത്തതാ? നമ്മൾ കർത്തൃമേശം എടുക്കുമ്പോഴെല്ലാം പറയുന്നത് വാക്യമാണല്ലോ. അതെ, 53 അല്ലേ? അപ്പൊ 53 എടുത്താൽ നമുക്കറിയാം. ഓക്കെ, വായിച്ചോ. ആർ വിശ്വസിച്ചിരിക്കുന്നു, കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഓക്കെ, നിവൃത്തിയായി, കാരണം ആരും വിശ്വസിച്ചില്ല. അപ്പൊ ഇത് യെശയ്യാ 53. ഇനി അടുത്ത വാക്യം, അവരെന്തുകൊണ്ട് വിശ്വസിച്ചില്ല? അടുത്ത വാക്യം, അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. They could not believe it. കാരണം എന്താണ്? വേറൊരിടത്ത് പറയുന്നത് 53-ലല്ല എന്നർത്ഥം. അന്ന് ഈ ചാപ്റ്റർ ഒന്നുമില്ല, ചുമ്മാ അങ്ങനെ വായിച്ചു വിടുക. അപ്പം വേറൊരിടത്തുനിന്നേ പറയാൻ പറ്റുള്ളൂ. ഇന്നാണെങ്കിൽ എഴുതി വെച്ചേനെ, കൃത്യമായിട്ട് 6-ാം അധ്യായത്തിൻ്റെ ഇത്ര വാക്യം എഴുതിയേനെ. ഈ വാക്യം ഒന്ന് വായിച്ചു. ഇത് എവിടെ ഉള്ളത്? അല്ലല്ല, യെശയ്യാവ് പറയുന്നത്. 2-ാമത്തെ ഒന്നുകൂടെ വായിച്ചത്. ഇപ്പൊ വായിച്ച വാക്യം
യെശയ്യാവ് വേറൊരിടത്ത് പറയുന്നത്, യെശയ്യാവ് തന്നെ പറയുന്നത്. അപ്പൊ യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു വാക്യം കൂടെ ഉണ്ട്? അതെവിടെ ഉണ്ട്? 6:12 അല്ലേ? ഓക്കെ, അപ്പൊ 6-ാം അധ്യായത്തിൽ അതൊന്ന് വായിച്ചേ. അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് 53-ാം വാക്യത്തിൽ യെശയ്യാവ് പറയുന്നു. അതിന്റെ കാരണം എന്താണ്? ദൈവം അവരുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞെന്ന് പറയുന്നത്. അതിന്റെ തിയോളജി നമുക്ക് പിന്നീട് പറയാം. അത് സത്യത്തിൽ പറഞ്ഞാൽ ഈ പ്ലാൻ ഓഫ് ഗോഡ്, ഈവിൽ എങ്ങനെ വന്നു, മനുഷ്യർ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല, ഇതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്. അതൊന്നും ഇന്ന് പറയാൻ സമയമില്ല. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ പ്രകൃതത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ കർത്താവ് ഇങ്ങനെ കുറേ ആൾക്കാരുടെ കണ്ണടച്ചു വെച്ചു. ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നുള്ള കാര്യം വി ഹാവ് ടു ഡിസ്കസ് അറ്റ് അനദർ ടൈം. ഇവിടെ ഇനി നമുക്ക് യോഹന്നാനിലോട്ട് തിരിച്ചു വരാം. യോഹന്നാൻ 12:41. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടാകുന്നു. അപ്പം യെശയ്യാവ് ആരുടെ തേജസ് കണ്ടേ? ആരെക്കുറിച്ചാ സംസാരിച്ചത്? ആരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാ? യേശുക്രിസ്തുവിനെ. യേശുക്രിസ്തു സ്വർലോകത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ ദൂതന്മാർ പോലും നോക്കാൻ ഭയപ്പെടുന്ന കർത്താവ്, അവര് മുഖം മൂടി കാല് മൂടി കർത്താവിനെ നോക്കാതെ പരസ്പരം സംസാരിച്ച് അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഭയത്തോടെ അലറി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കർത്താവ്, ഈ മഹത്വമുള്ള കർത്താവ്, ദൂതന്മാർ പോലും നോക്കാൻ ഭയപ്പെട്ടിരുന്ന കർത്താവ്, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ തകർക്കപ്പെട്ട് വ്യസനം ശീലിച്ചവനായി, രോഗം ശീലിച്ചവനായി, മനുഷ്യരിൽ താഴ്ന്നവനായി യെശയ്യാവിൻ്റെ 53-ൽ കാണുമ്പോൾ ഒരു മനുഷ്യനും അത് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം അവൻ്റെ തേജസ്, അത്ര ഭയങ്കരമായ തേജസ്സിൽ വസിച്ച കർത്താവ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, ഒരു പുഴുവിനെ പോലെയുള്ള നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളിൽ ഒരാളായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ വേദനകൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നത് ഒരു മനുഷ്യനും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഹൂ ക്യാൻ ബിലീവ് ദിസ് റിപ്പോർട്ട്? ഞങ്ങളിത് പറഞ്ഞാൽ ആർ വിശ്വസിക്കും? യെശയ്യാവ് പറയാണ് അവന്റെ തേജസ് കണ്ടിട്ട് അവനെ കുറിച്ച് പ്രവചിച്ചുകൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. അതെന്തുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ദൈവം കുരുടാക്കിയത് കൊണ്ടാണെന്ന്. അതെങ്ങനെയാണ് കുരുടായതെന്ന് നോക്കിക്കേ. 43-ാം വാക്യം, 42-43. ഏറ്റു പറഞ്ഞില്ല താനും. ദൈവത്താലുള്ള മാനത്തേക്കാൾ. ഈ മാനം എന്ന് പറയുന്നത് ശരിക്കും അവിടെ എഴുതിയിരിക്കുന്ന ഗ്ലോറി എന്നുള്ള ട്രാൻസ്ലേഷനാണ്. മലയാളത്തിൽ ഈ ബഹുമാനം എന്നുള്ള അർത്ഥത്തിലായിപ്പോയി. ശരിക്കും അത് മഹത്വം തന്നെയാണ്. അതായത് മനുഷ്യരുടെ മഹത്വം അന്വേഷിക്കുന്നത് കൊണ്ട് അവർക്ക് ആരുടെ മഹത്വം കാണാൻ കഴിഞ്ഞില്ല? ഈ ദൈവം, മഹത്വവാനായ ദൈവം ഏത് രീതിയിലാണ് അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയതെന്ന് കാണാൻ കഴിഞ്ഞില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദ എക്സാക്ട് ഇംപ്രിന്റ് ഓഫ് ഹിസ് നേച്ചർ, അതായത് എവിടെയെല്ലാം നമ്മൾ കാണുന്നു, അനുഭവിക്കുന്നു, അവിടെയെല്ലാം അത് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഓക്കെ, ഇനി നോക്കാം. എബ്രായ ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടത്. അവൻ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും. 3-ാമത്തെ കാര്യം, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാ ആക കൊണ്ട്. അപ്പൊ വചനമെന്ന് മാത്രമല്ല പറയുന്നത്, തൻ്റെ വചനത്താൽ. അപ്പൊ ദൈവത്തിന്റെ അതേ പേഴ്സൺ തന്നെയായിട്ടാണ് പുത്രനെ പറയുന്നത്. ആ വചനത്തെ വഹിക്കുന്നതും പുത്രൻ തന്നെയാണ്. അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആക കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും. ഈ വാക്യം ശ്രദ്ധിച്ച് വായിച്ചാൽ അതിനകത്ത് വേദശാസ്ത്രം നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് കർത്താവ് ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരുന്നത്? ചോദ്യം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആ വാക്യം വായിച്ചാൽ തോന്നുന്നത് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയത് കൊണ്ടെന്നാ. ഒറ്റ നോട്ടത്തിൽ വായിക്കുമ്പോൾ തോന്നുന്നത്. ഒന്നും കൂടെ വായിച്ച് നോക്കിയേ, അതങ്ങനല്ല. അതാണ് രണ്ടാമതൊന്നും കൂടെ വായിച്ച്, വേദപുസ്തകം വായിക്കുമ്പം ഒന്ന് വായിച്ച്, രണ്ടാമതൊന്നും കൂടെ വായിച്ച്, മൂന്നാമതൊന്നും കൂടെ വായിച്ച്, എവിടെയെല്ലാം കുത്ത കോമയുണ്ടോ അതെല്ലാം കോമ എന്ന് പറഞ്ഞു വായിക്കുമ്പം അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് കർത്താവ് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരുന്നത്? വേറെ എവിടെയും ഇരുന്നാൽ പോരായിരുന്നോ?
മഹിമയുടെ വലതുഭാഗത്തിരുന്ന് എന്തിനാ? അതിൻ്റെ കാരണം അതിനു മുമ്പ് പറഞ്ഞുകൊണ്ട് എന്തോ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ആകെ കൊണ്ടെന്ന്, ഇല്ലേ? എന്താകെ കൊണ്ടെന്നാ പറഞ്ഞത്? 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അവൻ എന്തുകൊണ്ടാ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് തന്നെ പോയിരുന്നത്? കാരണം അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം മഹിമയുടെ വലതുഭാഗത്ത് പോയിരിക്കാനുള്ള കാരണം അവൻ അവിടെ തന്നെ ഇരുന്നുകൊണ്ടിരുന്നു എന്നുള്ളതുകൊണ്ടാ. അവൻ ഈ മഹത്വത്തിൻ്റെ തേജസ്, മഹത്വത്തിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും അവൻ്റെ കൈകൊണ്ട് വഹിക്കുന്നവനും ആയതുകൊണ്ടാണ് അവൻ ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് എവിടെ പോയിരുന്നത്? അതേ സ്ഥലത്ത് തന്നെ പോയിരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17:5 പറയുന്നത് എന്താന്ന് നോക്കിയേ. 17:5 യോഹന്നാന്റെ 17:5 ലോകമുണ്ടാകും മുമ്പേ, ശ്രദ്ധിക്കണേ, പിതാവേ, ലോകമുണ്ടാകും മുമ്പേ, സമയമുണ്ടാകും മുമ്പേ, ടൈം ഉണ്ടാകും മുമ്പേ, സകലത്തിനും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണേ. അപ്പൊ എന്തുകൊണ്ടാണ് കർത്താവ് പോയി മഹിമയുടെ വലതുഭാഗത്തിരുന്നത്? ഒരു സൃഷ്ടിയാണ് വന്ന് നമ്മളെ രക്ഷിച്ചതെങ്കിൽ, യേശുക്രിസ്തു ഒരു സൃഷ്ടിയായിരുന്നെങ്കിൽ തിരിച്ചു പോയി നമ്മളിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ കൂടെ ഇരിക്കേണ്ടി വന്നേനെ, അല്ലേ? പക്ഷെ അതേ സമയത്ത് മഹിമയുടെ വലതുഭാഗത്ത് നമ്മളെങ്കിലും ചെല്ലുമെങ്കിൽ അതിന്റെ കാരണം എന്താ? മഹിമയുടെ വലതുഭാഗത്ത് നിന്ന് ഇറങ്ങി വന്ന ആളാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ളതുകൊണ്ടല്ലേ. അപ്പൊ നമ്മുടെ രക്ഷയിലെ തേജസ്കരണം പോലും നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ യേശുവിന്റെ ദൈവത്വവും അവന്റെ പൊസിഷനും കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് രക്ഷയെക്കുറിച്ച് പോലും പഠിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ത്രിയേക ദൈവ വിശ്വാസം ഈസ് ക്രൂഷ്യൽ ടു അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സാൽവേഷൻ. അപ്പോൾ അത് ദൈവത്വത്തെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട് മഹിമയുടെ വലതുഭാഗത്ത്? ബിക്കോസ് ഹി ഈസ് ഗോഡ്. ഇനി താഴോട്ട് വായിച്ചേ, 4-ാം വാക്യം. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ഇത് ദൈവമാണോ മനുഷ്യനാണോ? മനുഷ്യൻ. അത് എങ്ങനെയാണ് യേശുക്രിസ്തു ഈ ദൂതന്മാരെക്കാളും വലിയവനായി എന്നുള്ളതിനകത്ത് അഭിമാനം ഉണ്ടാകുന്നത് എങ്ങനെയാ? കാരണം അവൻ ആരാ ശരിക്കും? ദൈവം. ഓ, ദൂതന്മാരെക്കാളും വലിയ നാമം യേശുവിന് കൊടുത്തു. ഇതിനകത്ത് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? പറ. കാരണം യേശു ഓൾറെഡി ആരാ? ഈ ദൂതന്മാരെല്ലാം സൃഷ്ടിച്ച ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ ഒരാൾ ദൈവത്തിന് യേശുവിന് വലിയ കൺസെഷൻ കൊടുത്തേക്കോ? എന്തായി? ദൂതന്മാരെക്കാൾ ഉന്നതമായ നാമം കൊടുത്തു. ഇതിനകത്ത് വല്ലതും ഇരിപ്പുണ്ടോ പ്രിയ സഹോദരങ്ങളെ? ഒന്നുമില്ലെന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിനകത്ത് നമ്മുടെ രക്ഷ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, 6-7 വാക്യം വായിച്ചേ. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം? അപ്പൊ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് വിചാരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അങ്ങനെയല്ല, ഇത് മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. ഈ പുഴുക്കളെ പോലെ മരിക്കുന്ന മനുഷ്യനെ ദൈവം ഓർക്കേണ്ടതിന് ഇവൻ എന്തോരം ഉണ്ട്. അവന്റെ മക്കളെ കുറിച്ച് വിചാരിക്കേണ്ടതിന് അവൻ എന്തോരം ഉണ്ട്. ഇതാ ചോദ്യം. അടുത്ത വാക്യം. ആരെ? മനുഷ്യനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അപ്പൊ നമ്മളുടെ പൊസിഷൻ എന്തായിരുന്നു? ദൂതന്മാരെക്കാളും അല്പം താഴ്ച വന്നവരായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഓക്കെ, അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. അപ്പൊ സൃഷ്ടിയുടെ മുഴുവൻ അധികാരി ആരായിരുന്നു? മനുഷ്യനായിരുന്നു. ഓക്കെ, സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. അപ്പൊ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഈ മനുഷ്യന് സകല സൃഷ്ടിയുടെ മേലും അധികാരം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു നോക്കിയേ. അടുത്ത വാക്യം. ഒരിടത്ത് സാക്ഷ്യം പറയുന്നു, സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ പറ്റിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും കീഴ്പ്പെടുന്നുണ്ട്? ഒരു പാറ്റ പോലും നമുക്ക് കീഴ്പ്പെടുന്നില്ല, അല്ല. നേരത്തെയൊക്കെ മൃഗങ്ങളെയും പ്രകൃതി എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇപ്പോൾ കുളിമുറിലൊരു പാറ്റ കാണുമ്പോൾ ഓട്ടം. കാരണം അതിനെ പോലും നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ നിയന്ത്രണം എല്ലാം പോയി, അല്ലേ? നമ്മുടെ ഡൊമീനിയൻ എല്ലാം പോയി തകർന്നിരിക്കുന്ന സമയം. അപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിയേ. എങ്കിലും ഒന്നും കാണുന്നില്ലെങ്കിലും, മനുഷ്യനെ തേജസ്സും ബഹുമാനം അണിയിച്ച് ഒന്നും ഇപ്പൊ കാണുന്നില്ലെങ്കിലും, ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു. ഈ അല്പം താഴ്ച വന്നവനായ യേശു എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ? ഇംഗ്ലീഷിൽ ഞാൻ വായിക്കട്ടെ.
ഇംഗ്ലീഷിൽ വായിക്കത്തിൽ മലയാളത്തിൽ പറയാം. ഇംഗ്ലീഷ് മനസ്സിലാകാത്തവർക്ക്, ഇംഗ്ലീഷ് മനസ്സിലാകുന്നതൊന്നും വലിയ കാര്യമൊന്നുമല്ല, അത് വെറും ഒരു ഭാഷയാണ്. 2:9 അതിങ്ങനെയാണ്: ബട്ട് വി സീ ഹിം ഫോർ എ ലിറ്റിൽ വൈൽ. നമ്മൾ അവനെ കുറെ നേരത്തേക്ക് കാണുന്നു. അങ്ങനെയാണ്. ആരെയാ? വി സീ ഹിം ഫോർ എ ലിറ്റിൽ വൈൽ. ആരെയാ? യേശുവിനെ കുറെ നേരത്തേക്ക് എങ്ങനെ കാണുന്നു? ഫോർ എ ലിറ്റിൽ വൈൽ ഹി വാസ് മെയ്ഡ് ലോവർ ദാൻ ദ ഏഞ്ചൽസ്. ഇങ്ങനെയാണ് ഇതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ. അതായത് കുറച്ച് കാലത്തേക്ക് യേശുവിനെ ദൂതന്മാരിലും താഴ്ച വന്നവനാക്കി മാറ്റി. കാരണം എന്താ? ഈ മനുഷ്യന് നഷ്ടപ്പെട്ട ഡൊമീനിയൻ അവന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ ദൂതന്മാരെക്കാൾ താഴ്ന്നവനായിരുന്നത് കൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി യേശു ക്രിസ്തു കുറച്ചു നേരത്തേക്ക് ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി മാറി. എന്നിട്ട് പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം എന്ത് നേടിത്തന്നു? പറ. ദൂതന്മാരെക്കാളും ഉന്നതമായ നാമം ലഭിച്ചു. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? നേരത്തെ പറഞ്ഞപ്പോൾ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ എന്താ സംഭവിച്ചത്? അവൻ മനുഷ്യനായി ഇറങ്ങി വന്ന്, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനുഷ്യനായി ഇറങ്ങി വന്ന് നമ്മുടെ സ്ഥാനത്ത് നമ്മളെയും കൊണ്ട് പറഞ്ഞാൽ നമ്മളെയും കൊണ്ട് മരിക്കും എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് എല്ലാം കൺഫ്യൂഷന്. നമ്മളുണ്ടായിട്ടില്ലല്ലോ അന്ന്, അല്ലേ? നമ്മളന്നില്ലല്ലോ. പക്ഷെ യേശു ക്രിസ്തു മരിക്കുമ്പം നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട് ക്രിസ്തുവിൽ, അല്ലേ? അതുകൊണ്ട് കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ അത് ആരുടെ മരണമാണ്? ഈ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരുടെയും പാപത്തിന്റെ കടം വീടുക എന്ന് പറഞ്ഞാൽ ഐ ഹാഡ് ടു ഡൈ, ബട്ട് നൗ ഐ ഡോണ്ട് ഹാവ് ടു ഡൈ ബിക്കോസ് വൺ മാൻ പെയ്ഡ് മൈ ഡെപ്റ്റ്. എൻ്റെ കടം ഒരാൾ വീട്ടിയതുകൊണ്ട് ഇനി ഞാൻ മരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ ദൂതന്മാരെക്കാൾ ഉന്നതമായ നാമം ലഭിച്ചത് യേശുവിനാണ്. അത് അവന്റെ മനുഷ്യത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ആ പൊസിഷനിൽ നമ്മളും അവന്റെ കൂടെ എന്നും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ദൂതന്മാരെക്കാളും ശ്രേഷ്ഠരായിരിക്കുന്ന ഒരു പദവിയിലേക്കാണ് തേജസ്സിൽ പോകുന്നത്. അപ്പോൾ ഒരേ സമയത്ത് ദൈവത്തിന്റെ മഹിമയുടെ വലതുഭാഗത്തിരുന്ന് പൂർണ്ണ ദൈവമായിരിക്കുന്ന കർത്താവ് അതേ സമയത്ത് തന്നെ ദൂതന്മാരെക്കാളും താഴെ ഇറങ്ങി വന്ന് അതിലും താഴെ സൃഷ്ടിക്കപ്പെട്ടിരുന്ന നമ്മളെ അവനിലാക്കി ദൂതന്മാരെക്കാളും ഉന്നതമായ നാമം അവൻ നേടി നമ്മളെ ദൂതന്മാരുടെ മുകളിലാക്കി വെച്ചു. മനസ്സിലായോ? അപ്പൊ ദൈവത്വത്തെ കുറിച്ച് പറഞ്ഞു. അടുത്ത എന്തിനെ കുറിച്ച് പറയുന്നത്? മനുഷ്യത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ഇനി 1-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ 5-ാം വാക്യത്തിൽ പറയുന്നു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇതൊരു വലിയ ക്രൈസിസ് ആണ്. നീ എൻ്റെ പുത്രൻ ആരുടെ പറയുന്നത്? ലോകത്തിൽ ഏതെങ്കിലും ഒരു അപ്പൻ മോനെ നോക്കിയിട്ട് ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. നീ എൻ്റെ പുത്രൻ. അപ്പൊ ഓൾറെഡി പുത്രനാ ആണോ അല്ലയോ? ഇന്ന് ഞാൻ നിന്നെ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അടുത്ത വാക്യം വായിച്ചേ. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിരുന്നു. അപ്പൊ ദൂതന്മാരുടെ കാര്യവുമായിട്ട് ബന്ധിപ്പിച്ച് പറയുമ്പോഴെല്ലാം യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അവനെ ജനിപ്പിച്ചു എന്ന് പറയുന്ന ഇന്ന് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാം ആദ്യജാതനായി, അതായത് സർവ്വ സൃഷ്ടിക്കും അവകാശിയും ആദ്യജാതനുമായി കർത്താവിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. നിന്നെ ഞാൻ എൻ്റെ ആദ്യജാതനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന്റെ താഴോട്ട് വരുമ്പോൾ അത് പറയുന്നുണ്ട്. 6-ാം വാക്യം നോക്കിക്കേ. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. കാരണം ഇനി അവൻ വരുമ്പോൾ അവൻ ദൈവത്തിന്റെ തേജസ്സും കൂടെ കൂടിയാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൂതന്മാർക്ക് അവനെ നമസ്കരിക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ ഒരിടത്ത് ദൈവത്വത്തെ കുറിച്ച് പറയുന്നു, അടുത്തത് മനുഷ്യത്വത്തെ കുറിച്ച് പറയുന്നു. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി 7-ാം വാക്യം, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. ദൂതന്മാരെ കുറിച്ച് പറയുന്നത്. അപ്പൊ ദൂതന്മാരെ കുറിച്ച് പറയുന്നത് ഒരു കാറ്റ് പോലെ ഉള്ളൂ എന്നാ. ശരിക്കും ഒരു കാറ്റ് പോലുള്ളൂ, ഒരു അഗ്നിജ്വാലയെ പോലുള്ളൂ. അഗ്നിജാലയോ കാറ്റിനോ ഒക്കെ വേണമെങ്കിൽ ദൈവത്തിന് ദൂതന്മാരെ ആയിട്ട് നിയമിക്കാം. ഓക്കെ. പുത്രനോടോ ദൈവം എന്താ പറയുന്നത് നോക്കി? പുത്രനോട് ദൈവമേ. ആരെ വിളിക്കുന്നേ? ആരാ വിളിക്കുന്നേ? പിതാവ്. പിതാവ് പുത്രനെ എന്താ വിളിക്കുന്നേ? മോനെ എന്നാണോ വിളിച്ചത്? മോനെ എന്നാണോ വിളിച്ചത്? ദൈവമേ തന്നെ വിളിച്ചത് അല്ലേ? ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്, ഇറ്റേണൽ ത്രോൺ, എന്നേക്കും നിലനിൽക്കുന്ന സിംഹാസനമാണ് നിന്റെ സിംഹാസനം. അതായത് ഞാൻ നിനക്ക് തന്നിരിക്കുന്ന രാജത്വം ഈസ് ഇറ്റേണൽ ആൻഡ് അൺഎൻഡിങ്. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ അത് ദൈവത്തെക്കുറിച്ചല്ലാതെ ആരെക്കുറിച്ചും പറയാൻ പറ്റില്ല. ഓക്കെ, അത് ദൈവത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ, നേരുള്ള ചെങ്കോൽ, ദൈവത്വത്തെക്കുറിച്ച്. അടുത്ത വാക്യം നോക്കിയേ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും. ഇതെല്ലാം ആര് പറയുന്നതാ? പിതാവായ ദൈവം പുത്രനോട്. ദൂതന്മാരോട് എന്താ പറഞ്ഞത്? അഗ്നിജ്വാലയം കാറ്റുമ്പോൾ. പക്ഷെ പുത്രനോട് എന്താ പറയുന്നത്? പുത്രനോട് എന്താ പറയുന്നത്? ദൈവമേ എന്നാ വിളിക്കുന്നത് അല്ലേ? അടുത്ത വാക്യം നോക്കിയേ. അടുത്ത വാക്യം. എന്നും കർത്താവേ. ആരെ വിളിക്കുന്നേ? പിതാവ് പുത്രനെ. കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആരാ? അപ്പൊ എന്തുകൊണ്ടാണ് ദൂതന്മാർ യേശുവിനെ വണങ്ങുന്നത്? ഇനി ആരെങ്കിലും വന്ന് യേശു ദൈവപുത്രൻ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ എങ്ങനെ വണങ്ങാൻ പറ്റും? അവൻ സൃഷ്ടിതാവായ ദൈവമായിട്ട് പിതാവ് പറഞ്ഞതായിട്ടാണ് ഇവിടുത്തെ ടെസ്റ്റിമണി അല്ലേ? അടുത്ത വാക്യം നോക്കിയേ. നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. ആരോടാ പറയുന്നേ? പുത്രനോട്. അടുത്ത വാക്യം. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. ഇത് ദൈവത്വത്തെക്കുറിച്ചാണോ പറയുന്നത്? യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചല്ലേ പറയുന്നത്? ഓക്കെ, അടുത്ത നോക്കിയേ. ഞാൻ നിന്റെ ശത്രുക്കളെ. ദൈവത്തിന് ശത്രുക്കളോ? ദൈവത്തിന് ശത്രുക്കളുണ്ടോ? ഉണ്ടോ? ഞാൻ രാവിലെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അഹുറ മസ്ദയുടെ രാവിലെ വന്നവർക്ക് ഓർമ്മയുണ്ടോ? അഹുറ മസ്ദ. ആര് അഹുറ മസ്ദ? സ്വരാഷ്ട്രീയൻ ദൈവമാണ് യഹോവ. നമ്മൾ പറയുമ്പം അവർ പറയുന്ന അഹുറ മസ്ദ വേറെ ആളാണ് കേട്ടോ, യഹോവയൊന്നുമല്ല. യഹുറ മസ്ദയുടെ എതിരാളിയാണ് സാത്താൻ. അവരുടെ സാത്താൻ്റെ പേര് സ്പെൻഡാമൈനു എന്നോ മറ്റോ. എനിക്ക് അത് അങ്ക്രാമൈനു എന്നാണോ സ്പെൻഡാമൈനു എന്നാണോ ഓർമ്മയില്ല. അതെന്തേലും ആട്ടെ. ഇവർ തമ്മിൽ എപ്പോഴും യുദ്ധമാണ്, ഡ്യുവലിസം. അവരങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം. ഇതിൽ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റിയില്ല. കേൾക്കുന്നുണ്ടോ? അപ്പം നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നോ അവർ ജയിക്കും. അതാണ് അവരുടെ തിയോളജി. അപ്പോൾ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ആരെയാണ് സഹായിക്കുന്നത്? ഒരു പാവം ദൈവം അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്താലേ പുള്ളിക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റവൻ അടിച്ചു തകർക്കും. മനസ്സിലാവുന്നുണ്ടോ? പിടിയോ? ഇതിനെവിടെയെങ്കിലും സാദൃശ്യം കാണുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്രദറെ, പക്ഷെ പിശാച് അങ്ങ് സമ്മതിക്കുന്നില്ല. അപ്പം ഇവർ തമ്മിൽ ഭയങ്കര യുദ്ധം. ആര് തമ്മിലാണ്? ദൈവം പിശാച് തമ്മിൽ. പിന്നെ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് അങ്ങ് ജയിപ്പിച്ചെടുക്കും. ആരെ ജയിപ്പിച്ചെടുക്കുന്നത്? ദൈവത്തെ. അപ്പോൾ ഈ ഉപദേശം നമ്മുടെ ഇടയിലും വ്യാപരിച്ചിട്ടുണ്ട് ശരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദൂതന്മാരെ ദൈവം എങ്ങനെ കൈകാര്യം ചെയ്യാവോ അതിനേക്കാൾ സിമ്പിളായിട്ട് സാത്താനെ കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ ദൈവത്തിന്. ആണോ അല്ലയോ? ആണോ അല്ലയോ? പറ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഒന്നുമില്ല, അവൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും ആർക്കും കഴിയത്തില്ല. ഓക്കെ, അപ്പം ഇവിടെ പറയാണ് ദൈവത്തിന് ശത്രുക്കളോ? ഇവിടെ ദൈവത്വത്തെക്കുറിച്ചല്ല പറയുന്നത്, അവൻ്റെ രാജത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. യേശുവിൻ്റെ രാജത്വം സ്ഥാപിക്കപ്പെടുന്നതിന് ശത്രുക്കളുണ്ട്. നമ്മൾ ആ ശത്രുക്കളായിട്ട് ഇപ്പോഴും പോരാട്ടം ഉണ്ട് താനും. പക്ഷേ നമ്മുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് ഓൾറെഡി ജയിച്ചവനാണ്. അവന് ജയിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഹീസ് ഗോഡ്. അതുകൊണ്ട് ഇനി ഒരു ജയം ബാക്കിയില്ല. ഹീസ് ഓൾറെഡി വിക്ടോറിയസ്. നമ്മൾ ആ കൊടുക്കുന്ന ഫെയ്ത്ത് ആണ് നമ്മുടെ വിക്ടറി. മൈ ലോർഡ് ഈസ് വിക്ടോറിയസ്. ഓക്കെ, പക്ഷെ അവര് പാദപീഠമാകുന്ന ഒരു ദിവസമുണ്ട്. കർത്താവ് രാജത്വം പ്രാപിച്ച് രണ്ടാമത് വരുമ്പം അവൻ്റെ ശത്രുക്കളെല്ലാം അവൻ്റെ പാദത്തിൻ്റെ കീഴിലാകുന്ന ഒരു ദിവസമുണ്ട്. അന്നു വരെ ഈ രക്ഷയുടെ പ്രോസസ് തുടർന്നുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതവിടെ പറയുന്നത്. ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്ന, അത് കഴിഞ്ഞാൽ നിന്റെ കൂടെ ഇല്ലേ? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ശത്രുക്കൾ നിന്റെ പാദപീഠമാകുവോളം എൻ്റെ വലതുഭാഗത്തിരിക്കും. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പൊക്കണം. അങ്ങനെയാണോ? ഈ വലതുഭാഗത്തിരിക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നത് ഞാനാണെന്ന് അതിൻ്റെ അർത്ഥം അല്ലേ? എന്ന് പറഞ്ഞാൽ നീ എൻ്റെ കൂടെ ഇരിക്കുന്നു, നമ്മൾ ഒന്നാണ്. നിന്റെ ശത്രുക്കൾ എൻ്റെയും ശത്രുക്കളാണ്. അവർ നിന്റെ പാദപീഠമാകുവോളം നീ എൻ്റെ അടുത്തിരിക്കുക എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാനുള്ള അർത്ഥത്തിലല്ല. ഈ യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്നതെല്ലാം നമ്മളുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ മാത്രമോ, അല്ലാത്തപ്പോഴെല്ലാം അവൻ്റെ ദൈവത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ്റെ രാജ്യം നമ്മുടെ ഇടയിൽ സ്ഥാപിക്കുന്ന കാര്യം പറയുമ്പോഴാണ് അവൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത വാക്യം.
14-ാമത്തെ വാക്യം നോക്കിക്കേ. ജസ്റ്റ് നമ്മുടെ ഡിസ്കഷനിലുള്ളതല്ല എങ്കിലും 13-ാം വാക്യം. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ഉത്തരം, അവർ ഒക്കെയും, ആരൊക്കെയും? ദൂതന്മാരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? എന്ന് പറഞ്ഞാൽ നമ്മളെ ശുശ്രൂഷിക്കാനുള്ള സേവകാത്മാക്കളാണ് ആര്? അപ്പം നമുക്ക് ദൂതന്മാരുടെ ഓരോ കാര്യങ്ങളൊക്കെ പറയാല്ലേ. കർത്താവേ, അല്ല, ദൂതന്മാരെ, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോവാണ്, ഞങ്ങളുടെ വീടിന് ചുറ്റും നിങ്ങൾ കാവലിരുന്നോണം, പറയാൻ പറ്റുമോ? എന്താ കാരണം? കാരണം ഈ ദൂതന്മാരുടെ കമാൻഡ് നമ്മുടെ കയ്യിൽ നിന്നല്ല പോകുന്നത്. ദൂതന്മാരുടെ കമാൻഡ് ദൈവത്തിൽ നിന്നാണ് പോകുന്നത്. ദൈവമാണ് തീരുമാനിക്കുന്നത് എവിടെ അവരെ നിയോഗിക്കണമെന്ന്, എങ്ങനെ നിയോഗിക്കണമെന്ന്. നമ്മുടെ കയ്യിൽ അവരുടെ കമാൻഡില്ല. അവരെല്ലാം അനുസരിക്കുന്നത് നമ്മളെയല്ല, അവരെല്ലാം അനുസരിക്കുന്നത് അവരുടെ മേൽ ഓർഡർ ഇടുന്ന ദൈവത്തെയാണ്. നമ്മളെ എവിടെ നിന്നെല്ലാമാണ് ഈ ദൂതന്മാർ രക്ഷിക്കുന്നത് നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല. കാരണം രക്ഷിക്കപ്പെടുന്നവരെ, നമ്മളെ തേജസ്സിൽ എത്തിക്കുന്നവരെ നമ്മൾ എന്തുമാത്രം ഓട്ടം ഓടണമോ അവിടെയെല്ലാം ഈ ദൂതന്മാരുടെ കാവൽ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് കാണാൻ പറ്റണമെന്നില്ല. നമ്മുടെ കൺട്രോളിലും അല്ല അവരുള്ളത്. നമ്മുടെ കൺട്രോളിലുള്ളവരായിരുന്നുവെങ്കിൽ നമ്മൾ പണ്ടേ നശിച്ചു പോയേനെ, ഇല്ലേ? അല്ലേ? ഇപ്പോൾ ഒരു കൊച്ചിനെ രണ്ട് സെക്യൂരിറ്റി നമ്മൾ വെച്ചു. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞിട്ടുണ്ട്, കൊച്ചെന്ത് പറഞ്ഞാലും കേട്ടാൽ മതി. ഓക്കെ. അപ്പോൾ കൊച്ചു പറയുകയാണ്, എനിക്ക് റോട്ടിൽ കൂടെ കളിക്കണം. സെക്യൂരിറ്റി എന്ത് ചെയ്യണം? കളിച്ചോ എന്ന് പറഞ്ഞ് അടുത്ത് നിൽക്കണം, അല്ലേ? അപ്പം അവൻ രക്ഷപ്പെടുവോ ആ കൊച്ച്? അപ്പോൾ കമാൻഡ് ആരുടെ അടുത്ത് വരണം? ആരുടെ അടുത്ത് വരണം? ദൈവത്തിൻ്റെ അടുത്ത് തന്നെ വരണം. എങ്കിലും നമ്മൾ രക്ഷപ്പെടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകണം, തടയുന്നു. ദൂതന്മാർക്ക് തടയാം, പിശാചിന് തടയാം, അല്ലേ? എന്തിനു തടയുന്നത്? അങ്ങോട്ട് പോയാൽ ശരിയാവില്ല, വേണ്ട, ഇനി അത്രയും പോകണ്ട. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപത്ത് വരുന്ന സമയത്ത് അത് ഒഴിവാക്കി വിടുന്നു. ദൂതന്മാർക്ക് അത് ചെയ്യാം. പക്ഷെ നമുക്കറിയില്ല, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഈ കൺട്രോളും ഇല്ല. ചില പാസ്റ്റർമാർക്ക് ഇങ്ങനെ പറയാറുണ്ട്, ദൂതനോട് കൽപ്പിക്കുന്നു വെട്ടോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, നമുക്കിതൊക്കെ ഒരു രസമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഓർത്തോണം, ഇതൊന്നും ബൈബിളിലുള്ള കാര്യങ്ങളല്ല. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവലിസം, പിശാചിനെ കൊണ്ട് ദൈവം പൊറുതിമുട്ടിയിരിക്കും അല്ല കേട്ടോ, അല്ല. നിങ്ങളങ്ങനെ വിഷമിക്കണ്ട. ദൈവത്തെ നിങ്ങൾ സഹായിക്കാൻ പുറപ്പെടുകയും വേണ്ട. ദൈവത്തെ സ്തോത്രം ചെയ്താൽ മാത്രം മതി. അവൻ എല്ലാത്തിനും പരമാധികാരിയും ആരെയും ഒരു ശ്വാസത്താൽ അവസാനിപ്പിക്കാൻ ശക്തിയുള്ളവനുമാണ്. അവൻ അറിയാതെ പിശാച് നിങ്ങളുടെ അടുത്ത് വരത്തു പോലുമില്ല. ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കുന്നവരൊന്നും നാളെ മാനസാന്തരപ്പെട്ടൊന്നും വരികയില്ല. പക്ഷേ അവർ നിങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കും. കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ഷമ പഠിക്കും, സ്നേഹം പഠിക്കും, ഇവനെങ്ങനെ കെട്ടിപ്പിടിക്കേണ്ടതെന്ന് പഠിക്കും, അപ്പക്കണ്ട മുക്കി ആദ്യം ഇവൻ്റെ വായിൽ എങ്ങനെ വെച്ച് കൊടുക്കേണ്ടതെന്ന് പഠിക്കും, അല്ലേ? അവർ തല്ലി കൊന്നുകൊണ്ടിരിക്കുമ്പോഴും കർത്താവെ ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയാതെ ഇവരോട് ക്ഷമിക്കണമെന്ന് പറയാൻ പറ്റും. ഇതൊക്കെ പറയണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂടെ വേണം. എല്ലാം സ്മൂത്ത് ആയിരുന്നാൽ യേശുവിനെ അനുഭവിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എല്ലാം ആ പിശാച് പോലും കർത്താവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത ആളാണ്. നിങ്ങൾ ഒരിക്കലും പിശാചിനെ ദൈവത്തെ ഒരുപോലെ കാണരുത്. ശക്തി പിശാചിന് കൊടുക്കരുത്. ഡോണ്ട് ഗീവ് മജസ്റ്റി ടു ഡെവിൾ. ഡോണ്ട് ആസ്ക്രൈബ് ഹിം ഗ്ലോറി ഓർ പവർ ഓർ എനിത്തിങ്. ലീവ് ഹിം അലോൺ. ബട്ട് ബി ബിവെയർ ഓഫ് ഹിസ് ട്രിക്സ്, അവൻ്റെ തന്ത്രങ്ങൾ, ഹിസ് ക്രാഫ്റ്റ്, അവൻ്റെ ക്രാഫ്റ്റിനെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കും. ഓക്കെ.